നമസ്കാരം. എക്സാം പോയിന്റിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റിലെ ആദ്യ പാഠഭാഗമായിട്ടുള്ള വിശ്വരൂപമാണ് പഠിക്കാനായി പോകുന്നത്. ആദ്യത്തെ യൂണിറ്റ് എല്ലാവരും ഭംഗിയായി പഠിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ആദ്യത്തെ യൂണിറ്റിന്റെ പേരെന്തായിരുന്നു? കാലാതീതം കാവ്യവിസ്മയം. ഇവിടെ രണ്ടാമത്തെ യൂണിറ്റിന്റെ പേര് അനുഭൂതികൾ ആവിഷ്കാരങ്ങൾ എന്നാണ്. വാർദ്ധക്യത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റിയും വാർദ്ധക്യം നേരിടുന്ന വെല്ലുവിളികളെ പറ്റിയുമെല്ലാമാണ് ഈ യൂണിറ്റിൽ പറഞ്ഞു പോകുന്നത്. ആദ്യത്തെ പാഠഭാഗത്തിന്റെ പേര് വിശ്വരൂപം. എഴുതിയിരിക്കുന്നത് മറ്റാരുമല്ല, മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരി ലളിതാംബിക അന്തർജനം. ഈ പാഠഭാഗങ്ങളെല്ലാം തന്നെ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് എക്സാം പോയിന്റിന്റെ ഗൈഡിനെ ആസ്പദമാക്കിയിട്ടാണ്. നിങ്ങൾക്ക് വേണ്ട വിശദ വിവരങ്ങളെല്ലാം തന്നെ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. വളരെ ശ്രദ്ധിച്ചിരിക്കുക, ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ഓക്കെ. നമ്പൂതിരി സമുദായത്തിലെ സ്ത്രീകളുടെ ഉന്നമനത്തിനും അവകാശങ്ങൾക്കും വേണ്ടി പ്രവർത്തിച്ച മലയാളത്തിലെ പ്രശസ്തയായിട്ടുള്ള നോവലിസ്റ്റും എഴുത്തുകാരിയുമായിരുന്നു ശ്രീമതി ലളിതാംബിക അന്തർജനം. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര കോട്ടവട്ടത്ത് 1909 മാർച്ച് 30 അവർ ജനിച്ചത്. അവരെ ഏറ്റവും പ്രശസ്തയാക്കിയ നോവൽ എന്ന് പറയുന്നത് അഗ്നിസാക്ഷിയാണ്. ഒരു മുത്തശ്ശിയായിരിക്കെ രചിച്ച ആ നോവൽ പിൽക്കാലത്ത് സംവിധായകനായിട്ടുള്ള ശ്യാമപ്രസാദ് സിനിമയാക്കിയിട്ടുണ്ട്. അതേ പേരിൽ തന്നെയായിരുന്നു ആ സിനിമ പുറത്തിറങ്ങിയത്. ആ സിനിമയിലെ അഭിനയത്തിന് നടി ശോഭനയ്ക്ക് ദേശീയ പുരസ്കാരവും ലഭിക്കുകയുണ്ടായിരുന്നു. കേരള സാഹിത്യ അക്കാദമിയുടെ വൈസ് പ്രസിഡന്റായിട്ടും ശ്രീമതി ലളിതാംബിക അന്തർജനം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ, വയലാർ പുരസ്കാരം, അതുപോലെ ഓടക്കുഴൽ പുരസ്കാരം എന്നിവയും അവരെ തേടിയെത്തിയിരുന്നു. വയലാർ പുരസ്കാരം ആദ്യമായി പ്രഖ്യാപിച്ചപ്പോൾ അവരുടെ അഗ്നിസാക്ഷി എന്ന് പറഞ്ഞ നോവലിനായിരുന്നു ആ പുരസ്കാരം ലഭിച്ചത്. 1987 ഫെബ്രുവരി 6 അന്തരിക്കുന്നതിന് മുമ്പായി ഒട്ടനവധി കൃതികൾ ലളിതാംബിക അന്തർജനം രചിക്കുകയുണ്ടായിരുന്നു. കാലത്തിന്റെ ഏടുകൾ, തകർന്ന തലമുറ, കിളിവാതിലിലൂടെ, മനുഷ്യരും, അഗ്നിപുഷ്പങ്ങൾ, കണ്ണീരിന്റെ പുഞ്ചിരി, ഇതെല്ലാം തന്നെ അവരുടെ വളരെ പ്രശസ്തമായിട്ടുള്ള കൃതികളാണ്. ലളിതാംബിക അന്തർജനത്തിന്റെ ആത്മകഥയുടെ പേര് ആത്മകഥയ്ക്ക് ഒരു ആമുഖം. ലളിതാംബിക അന്തർജനത്തിന്റെ സമ്പൂർണ്ണ കഥകൾ എന്ന പുസ്തകത്തിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു കഥയാണ് വിശ്വരൂപം. വാർദ്ധക്യം നേരിടുന്ന വെല്ലുവിളികൾ, വാർദ്ധക്യത്തിന്റെ ഒറ്റപ്പെടൽ, അതുപോലെ തന്നെ വാർദ്ധക്യത്തിൽ മനുഷ്യനുണ്ടാകുന്ന മാറ്റങ്ങളെല്ലാം തന്നെ ഈ കൃതിയിലൂടെ വരച്ചു കാട്ടുന്നു ശ്രീമതി ലളിതാംബിക അന്തർജനം. യൗവനത്തിൽ ഭർത്താവിന്റെ നിഴലായി ലോകം ചുറ്റി സഞ്ചരിച്ച ഒരു സ്ത്രീ പിന്നീട് അവരുടെ വാർദ്ധക്യത്തിന്റെ ഒറ്റപ്പെടലിൽ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങളെ പറ്റി ഓർക്കുന്ന ഒരു കഥയാണ് വിശ്വരൂപം. പാഠഭാഗത്തിന്റെ ആശയം എന്ന് പറയുന്നത്, താഴത്ത് കുഞ്ഞുകുട്ടിയമ്മ വിദേശത്ത് താമസിക്കുന്ന നയതന്ത്ര ഉദ്യോഗസ്ഥനായിരുന്ന ഡോക്ടർ തലത്തിനെ വിവാഹം കഴിക്കുന്നു. അതോടുകൂടി നാട്ടിൻപുറത്തുകാരിയായിട്ടുള്ള കുഞ്ഞുകുട്ടിയമ്മ ആകെ മാറി മറയുകയാണ്. ജീവിത രീതിയെല്ലാം മാറി പാശ്ചാത്യ സംസ്കാരത്തെ അന്ധമായി അനുകരിച്ച് അവർ ജീവിക്കുകയുണ്ടായിരുന്നു. അങ്ങനെ അവർ പിന്നീട് മിസ്സിസ് തലത്ത് എന്നുള്ള പേരിൽ പ്രശസ്തയാകുന്നു. ഭർത്താവ് ഡോക്ടർ തലത്തിന്റെ മരണത്തോടുകൂടി ജീവിതം നൽകിയ പാഠങ്ങൾ മനസ്സിലാക്കിയ ഡോക്ടർ തലത്ത് പിന്നീട് കുഞ്ഞുകുട്ടിയമ്മയായി തന്നെ മാറുകയാണ്. അതുപോലെ തന്നെ ലളിതമായിട്ടുള്ള ജീവിതം നയിക്കാനും മാതൃകാപരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാനും അവർ പിന്നീട് തീരുമാനിക്കുന്നു. അവരുടെ ഭർത്താവിന്റെ കൂടെ സെക്രട്ടറി ആയിരുന്ന സുധീർ എന്ന് പറഞ്ഞ വ്യക്തി കുഞ്ഞുകുട്ടിയമ്മയെ തേടി എത്തുന്നതാണ് കഥയുടെ സന്ദർഭം എന്ന് പറയുന്നത്. ഡോക്ടർ തലത്തിനെ വിവാഹം കഴിച്ചതോടുകൂടി താഴത്ത് കുഞ്ഞുകുട്ടിയമ്മ ശരിക്കും പാശ്ചാത്യ വനിതയായി മാറുകയായിരുന്നു. ഭർത്താവിന്റെ ഉദ്യോഗ കാര്യങ്ങളിൽ അവർ എപ്പോഴും ഇടപെടുമായിരുന്നു. എല്ലാ രീതിയിലും അവർ ഒരു മാറ്റത്തിലേക്ക് കാൽ വച്ചിരുന്നു. 4 കുട്ടികളായിരുന്നു അവർക്കുണ്ടായിരുന്നത്. എന്നാൽ 4 പേരെയും സംരക്ഷിക്കാൻ അവർക്ക് യാതൊരു താല്പര്യവുമില്ലായിരുന്നു. ഒരിക്കലും അതിനുള്ള സമയവും അവർ കണ്ടെത്തിയിരുന്നില്ല. സ്വീകരണ മുറിയിലും ക്ലബ്ബുകളിലും അതുപോലെ നാടകശാലകളിലും ഉദ്യോഗത്തിലുമൊക്കെയായിരുന്നു എപ്പോഴും അവരുടെ ശ്രദ്ധ. വിവാഹിതരായിട്ടുള്ള 4 മക്കളും പിന്നീട് അവരുടേതായ ഇഷ്ടങ്ങളിലേക്ക് മാറുകയും പല സ്ഥലങ്ങളിലേക്ക് ചേക്കേറുകയും ചെയ്തു. ഭർത്താവ് മരണപ്പെട്ടതോടുകൂടി മിസ്സിസ് തലത്തിന് തിരിച്ചു പോരേണ്ടി വരികയാണ്. നാട്ടിലെത്തിയ അവർ ആ പഴയ തറവാട്ടില് ഒറ്റയ്ക്ക് പഴയതുപോലെ കുഞ്ഞിക്കുട്ടിയമ്മയായി താമസിക്കുകയാണ്. ജീവിതം അവരെ വല്ലാതെ മാറ്റിമറിച്ചു കഴിഞ്ഞിരുന്നു.
അവരാകെ എല്ലാ തരത്തിലും മാറിമറിഞ്ഞ് ഒരു സന്യാസിനിയെ പോലെ ആയി തീർന്നിരിക്കുന്നു. നെറ്റിയിൽ ഭസ്മക്കുറി, കഴുത്തിൽ രുദ്രാക്ഷമാല, അതുപോലെ തന്നെ എല്ലാ രീതിയിലും ഒരു താപസിക്ക് ചേർന്ന രീതിയിലുള്ള ഒരു മാറ്റമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. മിസ്സിസ് സ്ഥലത്ത് എല്ലാ രീതിയിലും താഴത്ത് കുഞ്ഞിക്കുട്ടിയമ്മയായി മാറുകയായിരുന്നു. തറവാട്ടിൽ താഴത്ത് കുഞ്ഞിക്കുട്ടിയമ്മയായി ആ സ്ത്രീ ഒരു സന്യാസിനിയെ പോലെ ജീവിതം നയിച്ചു വരികയായിരുന്നു. ആ സമയത്താണ് അവരുടെ ഭർത്താവിന്റെ മുൻ സെക്രട്ടറി ആയിരുന്ന സുധീർ ആ വീട്ടിലേക്ക് വരുന്നത്. സുധീർ ശരിക്കും അത്ഭുതപ്പെട്ടു പോകുന്നു ആ സ്ത്രീയുടെ ഇന്നത്തെ ജീവിതം കണ്ടിട്ട്. കാരണം അന്നുണ്ടായിരുന്ന മിസ്സിസ് സ്ഥലത്ത് ശക്തിയായിട്ടുള്ള ഒരു സ്ത്രീ കഥാപാത്രമായിരുന്നു. എല്ലാവരും ഭയത്തോടുകൂടിയും ബഹുമാനത്തോടുകൂടിയും കണ്ടിരുന്ന ഒരു സ്ത്രീ കഥാപാത്രം ഇന്ന് അവർ ശരിക്കും ഒരു സന്യാസിനിയെ പോലെ ആയി കഴിഞ്ഞിരിക്കുന്നു. വളരെ സ്നേഹത്തോടു കൂടി തന്നെയാണ് സുധീറിനെ അവർ സ്വാഗതം ചെയ്തത്. തൻ്റെ കുറ്റങ്ങളെല്ലാം തന്നെ ഏറ്റുപറഞ്ഞുകൊണ്ട് ഒരു മകനെന്നോളം അവൾ ആ മനുഷ്യനെ കെട്ടിപ്പിടിക്കുകയാണ്. അച്ഛനും അമ്മയും മക്കളും എല്ലാം തന്നെ ഒരുമിച്ച് സ്നേഹം പങ്കിട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടം അവർ ആഗ്രഹിച്ചു ഇപ്പോൾ. പക്ഷേ അന്ന് താൻ നഷ്ടപ്പെടുത്തിയ ആ കുടുംബജീവിതം ഓർത്ത്, താൻ നഷ്ടപ്പെടുത്തിയ ആ ബന്ധങ്ങൾ ഓർത്തുകൊണ്ട് ജീവിതത്തിന്റെ മഹത്വത്തെ തിരിച്ചറിഞ്ഞ് മിസ്സിസ് സ്ഥലത്ത് നിന്ന് നല്ല രീതിയിൽ തന്നെ ഒരു തറവാടിയായി ജീവിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയതാണ് ഈ പാഠത്തിന്റെ പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് അതിന്റെ ഓരോ വിശദാംശങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യാം. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, ശ്രദ്ധിച്ചിരിക്കുക. പാഠഭാഗത്തിന്റെ പേര് വിശ്വരൂപം, എഴുതിയിരിക്കുന്നത് ലളിതാംബിക അന്തർജനം. ശ്രദ്ധിക്കുക. പട്ടണത്തിന്റെ ഒഴിഞ്ഞ ഭാഗത്തുള്ള ഇടുങ്ങിയ വഴിയുടെ വക്കിൽ ഒരു ചെറിയ വീട്, മുറ്റത്ത് തുളസിത്തറ. ചെത്തിയും മഞ്ഞമന്താരവും തുളസിയും കാടുപോലെ വച്ചുപിടിപ്പിച്ചിരിക്കുന്നു. മുൻവാതിൽ അടച്ചിരിക്കുകയാണ്, എങ്ങും ഒച്ചയനക്കമില്ല. ആദ്യ ഭാഗത്ത് തന്നെ ഒരു വീടിന്റെ ഒരു പ്രതീതിയാണ്, വീടിന്റെ ഒരു മുൻവശത്തുള്ള ഒരു അവസ്ഥകളൊക്കെയാണ് ഇവിടെ എഴുത്തുകാരി പങ്കുവയ്ക്കുന്നത്. അതിൽ നമുക്ക് മനസ്സിലാക്കാം ഒരു നഗരത്തിലെ അല്ല, നാട്ടിൻപുറത്തുള്ള ഒരു വീടാണ് കഥയിൽ പറഞ്ഞിരിക്കുന്നത്. തനിക്ക് വഴി തെറ്റിയോ? അയാൾ ഒരു നിമിഷം ആലോചിച്ചു. ഇല്ലല്ലോ. മാർഗനിർദ്ദേശം ചെയ്തയാൾ കുറിച്ചു കൊടുത്ത കടലാസ് പോക്കറ്റിൽ നിന്ന് എടുത്തു നോക്കി. പ്രധാന റോഡിൽ നിന്ന് താഴോട്ട് ഇറങ്ങുന്ന ഇടവഴിയിലൂടെ നേരെ നടന്നാൽ ഒരു മുടുക്ക് കാണാം. മുടുക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഇടവഴി കാണാം. അവിടെ 2 വഴി തിരിയുന്നു. ഇടത്തോട്ടുള്ള പാതയിലൂടെ ചെന്നാൽ 3ാമത്തെ വീടാണ്. ഗേറ്റിൽ വെള്ള കോളാമ്പിച്ചെടി പടർന്നു പൂത്തു കിടക്കുന്നു. മുഖപ്പിൽ ഓം എന്ന് കൊത്തിയിട്ടുണ്ട്. മുഖപ്പ് എന്ന് പറഞ്ഞാൽ വീടിന്റെ മുൻവശം, പൂമുഖം എന്ന് പറയും. ശരി, ഇതൊക്കെ തന്നെയാണ് ലക്ഷണം. അയാൾ മടിച്ചു വാതിലിൽ മുട്ടി. അകത്ത് പ്രതികരണമില്ല. ആരുമില്ലായിരിക്കുമോ? അതോ? അപ്പൊ അതിൽ നിന്നൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഒരു വ്യക്തി ആ ഗ്രാമത്തിലുള്ള വീട്ടിലേക്ക് വരികയാണ്. കൃത്യമായിട്ടൊരു അഡ്രസ്സ് അയാളുടെ കയ്യിലുണ്ട്. പക്ഷേ ഇതായിരിക്കുമോ താൻ പോകാൻ ഉദ്ദേശിക്കുന്ന വീട് എന്നുള്ള ചിന്ത അയാൾക്കുണ്ടായിരുന്നു. അങ്ങനെ പയ്യെ അയാൾ നടന്ന് ആ വീടിന്റെ പൂമുഖത്ത് എത്തിയിരിക്കുകയാണ്. ആ പൂമുഖത്തിന് മുൻപില് ഓം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ അയാൾ മടിച്ചു ആ വീടിന്റെ അകത്തേക്ക് കയറി ചെല്ലുന്നു. വഴി തെറ്റിയോ എന്നുള്ള ചിന്ത അയാൾ അലട്ടിയിരുന്നു. പയ്യെ അയാൾ വാതിലിൽ മുട്ടാനായിട്ട് തുടങ്ങി. ഒരു തരത്തിലുള്ള പ്രതികരണവും അവിടെ നിന്ന് ഉണ്ടായിരുന്നില്ല. ഇത്രയും ദൂരം വന്നിട്ട് ആളെ കാണാതെ പോകണമല്ലോ എന്നോർത്തപ്പോൾ അയാൾക്ക് വിഷമം തോന്നി. ഇന്നല്ലെങ്കിൽ ഇനി എന്നാണ് കാണാൻ തന്നെ സാധിക്കുമോ? നാളെ രാവിലെ 9 മണിക്ക് വിമാനത്തിൽ ബുക്ക് ചെയ്തിരിക്കുന്നു. ഭൂമിയുടെ മറ്റേ ചെരുവിലുള്ള അർദ്ധഗോളത്തിലേക്ക് പോവുകയാണ് ഞാൻ. പിന്നെ എന്നാണ് മടങ്ങുന്നതെന്ന് ആരറിഞ്ഞു? അന്നത്തേക്ക് മിസ്സിസ് സ്ഥലത്തുണ്ടാകുമോ? വയസ്സ് 75-ൽ കുറയില്ലല്ലോ. അയാൾ ഇന്ന് കാണാനായിട്ട് വന്നിരിക്കുന്നത് മിസ്സിസ് സ്ഥലത്തിനെയാണ്. താഴത്ത് കുഞ്ഞുകുട്ടിയമ്മ എന്നുള്ള അതേ പേരിൽ തന്നെ അറിയപ്പെട്ടിരുന്ന മിസ്സിസ് സ്ഥലത്ത്. ഒരു കാലഘട്ടത്തിൽ അവർ മിസ്സിസ് സ്ഥലത്തായിരുന്നു. ഇന്ന് അവർ ജീവിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെയാണ്. അവരെ കാണാനായിട്ട് എത്തിയിരിക്കുന്ന ആ മനുഷ്യൻ നാളെ തിരിച്ചു പോവുകയാണ്. മറ്റൊരു രാജ്യത്തേക്കാണ് അയാൾ യാത്രയാകുന്നത്. ഇനി ഒരിക്കലെങ്കിലും അവരെ തിരിച്ചു വരുമ്പോൾ കാണാൻ കഴിയുമെന്നുള്ള ഒരു സന്ദേഹം ആ മനുഷ്യനുണ്ടായിരുന്നു. കാരണം മിസ്സിസ് സ്ഥലത്തിന് ഇപ്പോൾ പ്രായം 75ആണ്. കോളിംഗ് ബെൽ ഉണ്ടോ എന്ന് നോക്കി. ഇല്ല. ഇനിയോ? അയാൾ രണ്ടും കൽപ്പിച്ചു കൈ ചുരുട്ടി കതകിൽ ശക്തിയായി ഇടിച്ചു വിളിച്ചു. ഇവിടെ ആരുമില്ലേ? അകത്തു കട്ടിൽ കരയുന്ന ശബ്ദം കേട്ടു. നേരിയ കാൽവയ്പ്പുകൾ. പയ്യ അയാള് ഒന്നും കൂടി ഒന്ന് വിളിച്ചു നോക്കാമെന്ന് വെച്ച് വാതിൽ ശക്തമായിട്ട് ഇടിക്കുകയാണ്.
ഇടിക്കുന്ന സമയത്ത് കട്ടിൽ കരയുന്ന ശബ്ദം. ഇത് ഭംഗിയുള്ള എഴുത്താണ്, നോക്കിയേ. കട്ടിൽ കരയുക എന്ന് പറഞ്ഞാൽ പഴയ കട്ടിലാണ്. ആ കട്ടിൽ ഇങ്ങനെ അനങ്ങുന്ന ശബ്ദമാണ് അവിടെ അകത്തു നിന്ന് കേട്ടത്. നേരിയ കാൽവെയ്പ്പുകൾ എന്ന് പറഞ്ഞാൽ പയ്യെയുള്ള കാൽവയ്പ്പുകൾ. കതകിന്റെ സാക്ഷ പതുക്കെ നീങ്ങി. നരച്ച ഒരു തല പ്രത്യക്ഷപ്പെട്ടു. കൃശമായ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രത്യക്ഷപ്പെടുന്ന സ്ത്രീയുടെ ശരീരത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. കൃശം എന്ന് പറഞ്ഞാൽ ക്ഷീണിച്ച ശരീരം. നെറ്റിയിൽ ഭസ്മക്കുറി, കഴുത്തിൽ രുദ്രാക്ഷമാല. അയാൾ ഒന്ന് ഞെട്ടി. ഇങ്ങനെ ഒരാളെ കാണാൻ വേണ്ടിയായിരുന്നില്ല താൻ ഇവിടെ വന്നത്. ഈ വൃദ്ധ, ഈ തപസ്വിനി അപമര്യാദ എന്ന് തോന്നത്തക്കവണ്ണം അയാൾ അവരെ തുറിച്ചു നോക്കിക്കൊണ്ടിരുന്നു. അയാൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. ഇങ്ങനെ ഒരു സ്ത്രീയെ കാണാനല്ല താൻ വന്നത്. രുദ്രാക്ഷമാലയും ഭസ്മവും എല്ലാം അണിഞ്ഞ ഒരു തപസ്വിനി പോലെയുള്ള സ്ത്രീ അല്ല തൻ്റെ മുന്നിൽ വന്ന് നിൽക്കേണ്ടത്. തനിക്ക് വഴി തെറ്റിയോ എന്നുള്ള ചിന്ത പിന്നെയും അയാളുടെ മനസ്സിൽ ഉടലെടുത്തുകൊണ്ടിരുന്നു. വൃദ്ധയും വല്ലാതെ പരിങ്ങിപ്പോയി. സ്ഥലകാലങ്ങളോട് പൊരുത്തപ്പെടാത്ത ഈ അതിഥി ആരാണ്? ഈ സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാത്ത ഈ ഗസ്റ്റ്, ഈ അതിഥി ആരാണെന്ന് അവരും ചിന്തിക്കാൻ തുടങ്ങി. പാശ്ചാത്യ നാടുകളിൽ നിന്ന് പറന്നു വീണ ഒരു യുവാവിനെ പോലെയുണ്ട് വേഷം. കണ്ടുമറന്ന് ഏതോ രൂപം ഓർത്തെടുക്കാൻ ശ്രമപ്പെടുന്ന പോലെ അവർ നെറ്റി തടവി. മുൻപിൽ നിൽക്കുന്ന ആ മനുഷ്യൻ ചെറുപ്പക്കാരനാണ്, വലിയ പ്രായമൊന്നുമില്ല. അയാളുടെ രൂപമാണെങ്കിൽ പാശ്ചാത്യ സംസ്കാരത്തെ തോന്നിക്കുന്ന രീതിയിലുള്ള ആഡംബരം നിറഞ്ഞ ഒരു വസ്ത്രമായിരുന്നു. എവിടെയോ കണ്ടുമറന്ന പോലെ ഒരു തോന്നൽ അവരുടെ മനസ്സിൽ പയ്യെ രൂപമെടുത്തു. അയാൾ വിഷമത്തോടെ പറഞ്ഞു, ക്ഷമിക്കൂ വലിയമ്മേ, മിസ്സിസ് സ്ഥലത്ത് താമസിക്കുന്ന വീട് ഇതാണെന്ന് ഒരാൾ പറഞ്ഞു. അവർ ഇവിടെയുണ്ടോ? ഇല്ലെങ്കിൽ മാപ്പ്. മിസ്സിസ് സ്ഥലത്ത് എന്ന് പറഞ്ഞ സ്ത്രീ അന്വേഷിച്ചാണ് ഞാൻ വന്നത്. എനിക്ക് മാറിപ്പോയി എന്ന് തോന്നുന്നു, ക്ഷമിക്കുക. ഇയാൾ പറഞ്ഞു തന്ന അഡ്രസ്സ് നോക്കിയിട്ടാണ് ഞാൻ വന്നത്. എനിക്ക് തെറ്റുപറ്റി എന്ന് തോന്നുന്നു, അതുകൊണ്ട് മാപ്പ് എന്ന് അയാൾ പറയുകയാണ്. പെട്ടെന്ന് അവരുടെ ഹൃദയത്തിന്റെ അഗാധതയിൽ നിന്ന് ഒരു ആശ്ചര്യ ശബ്ദം ഉദിച്ചു. നീയോ സുധീർ? നീ ഇവിടെ ഇപ്പോൾ? ഒരു നീണ്ട തേങ്ങലോടെ അവർ മുന്നോട്ടാഞ്ഞ് അയാളെ കെട്ടിപ്പിടിച്ചു. രൂപം കൊണ്ട് പിടികിട്ടാത്ത വ്യക്തിയെ സ്വരം കൊണ്ട് തിരിച്ചറിഞ്ഞ് അയാളും അമ്പരന്നിരുന്നു. ശരിക്കും യഥാർത്ഥത്തിൽ അപ്പോഴാണ് സുധീർ എന്ന് പറഞ്ഞ വ്യക്തിയെ ആ സ്ത്രീ പരിചയപ്പെടുന്നത്, അല്ലെങ്കിൽ മനസ്സിലാക്കിയെടുക്കുന്നത്. ഓർമ്മകൾ പയ്യെ അയവിറക്കിയപ്പോൾ അയാൾക്ക്, അല്ലെങ്കിൽ ആ സ്ത്രീക്ക് മനസ്സിലാകുന്നു, ഇത് ഭർത്താവിൻ്റെ കൂടെ മുൻപ് ജോലി ചെയ്തിരുന്ന ഭർത്താവിൻ്റെ പ്രിയ സുഹൃത്തായിട്ടുള്ള, ഭർത്താവ് ഒരുപാട് സ്നേഹിച്ച അയാളുടെ സെക്രട്ടറി ആയിട്ടുള്ള സുധീർ ആണെന്ന്. എല്ലാം മറന്നുകൊണ്ട് അവർ അയാളെ കെട്ടിപ്പിടിക്കുകയാണ്. ഒരു നീണ്ട തേങ്ങലോടെ അവർ മുന്നോട്ടാഞ്ഞ് അയാളെ കെട്ടിപ്പിടിച്ചു. രൂപം കൊണ്ട് പിടികിട്ടാത്ത വ്യക്തിയെ സ്വരം കൊണ്ട് തിരിച്ചറിഞ്ഞ് അയാളും അമ്പരന്നിരുന്നു. പെട്ടെന്ന് രൂപം കണ്ടിട്ട് അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. പക്ഷെ സ്വരം കേട്ടപ്പോൾ അവർ ഓർത്തെടുക്കുന്നു, ഇത് മുൻപ് തങ്ങളുടെ സെക്രട്ടറി ആയിരുന്ന സുധീർ ആണെന്ന്. ആ വൃദ്ധ ആകെ വിറച്ചിരുന്നു. അവരുടെ ആലിംഗനത്തിൽപ്പെട്ട് അയാൾക്ക് ശ്വാസം മുട്ടി. പിടിവിട്ടാൽ പൊയ്ക്കളയുമോ എന്ന് പേടിച്ചിട്ടെന്ന വിധം മുറുമുറുക്കെ അവർ അയാളെ തഴുകിയിരുന്നു. കണ്ണുകളിൽ നിന്ന് നീർ ഒഴുകി ഒഴുകി വീണു. അവരുടേത് അയാളുടെ തലയിലും അയാളുടേത് അവരുടെ തോളത്തും. തങ്ങൾക്ക് രണ്ടുപേർക്കും പ്രിയപ്പെട്ടതായിരുന്നതും തങ്ങളെ കൂട്ടിയിണക്കിയിരുന്നതുമായ ഒരു വ്യക്തിയുടെ സ്മരണ അതിലൂടെ ഒലിച്ചിറങ്ങി. രണ്ടുപേരും ശക്തമായിട്ട് കെട്ടിപ്പിടിക്കാനായിട്ട് തുടങ്ങി. ആലിംഗനത്തിൽ ഏർപ്പെടുന്നു. സ്വന്തം മകനെ പോലെയാണ് സുധീറിനെ അവർ കണ്ടിരുന്നത്. ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ ഒരു ആശ്വാസം എന്നുള്ള രീതിയിൽ തന്നെയാണ് സുധീറിനെ അവർ കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് വിടാൻ ഭാവമില്ലെന്നുള്ള രീതിയിൽ മുറുക്കെ രണ്ടുപേരും ആലിംഗനത്തിൽ വിധേയരാകുന്നത്. രണ്ടുപേരുടെയും കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകാനായിട്ട് തുടങ്ങി. ഒരു കാലഘട്ടത്തിൽ രണ്ടുപേർക്കും അന്യോന്യം പരസ്പരം നല്ല പ്രിയപ്പെട്ടവരായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവും ഒരു ഓർമ്മ പുതുക്കലുമായിരുന്നു ആ സന്ദർഭം. അയാൾ വിചാരിച്ചു, അന്ന് അദ്ദേഹം ഉണ്ടായിരുന്ന ആ നല്ല കാലത്തെങ്ങും ഇത്ര അടുപ്പമുണ്ടാവാതിരുന്നത് എന്തേ? പണ്ട് ഇത്രയും അടുപ്പം ഉണ്ടായിരുന്നില്ലല്ലോ. എന്തുകൊണ്ടായിരിക്കാം അവർക്ക് വളരെയധികം അടുപ്പം ഇപ്പോൾ വന്നതെന്ന് അയാൾ ചിന്തിച്ചു. ഞാൻ മുൻകൂട്ടി വരേണ്ടതായിരുന്നു മാഡം, അയാൾ കുറ്റബോധത്തോടെ പറഞ്ഞു. പക്ഷേ എനിക്ക് നിവൃത്തിയില്ലായിരുന്നു. അദ്ദേഹത്തിന് ശേഷം എനിക്ക് മാറ്റമായി. ആദ്യം സിഡ്നിയിൽ, പിന്നെ ജപ്പാനിൽ, ജർമ്മനിയിൽ. 8 കൊല്ലം കഴിഞ്ഞ് ഇപ്പോഴാണ് നാട്ടിലേക്ക് വന്നത്. അതായത് ഈ സ്ത്രീയുടെ മിസ്സിസ് സ്ഥലത്തിന്റെ ഭർത്താവിന്റെ സെക്രട്ടറി ആയിരുന്നു ഈ സുധീർ എന്ന് പറഞ്ഞ വ്യക്തി. 8 വർഷത്തിന് ശേഷമാണ് അയാൾ നാട്ടിൽ വരുന്നത്. അവിടെ നിന്ന് മാറിയതിനു ശേഷം പല രാജ്യങ്ങളിലൂടെ അയാൾ ജോലിക്കായിട്ട് നടക്കുകയായിരുന്നു. മിസ്സിസ് സ്ഥലത്ത് ദീർഘമായി നിശ്വസിച്ചു. അയാളുടെ വാക്കുകൾ കേട്ടിട്ട് ദീർഘമായിട്ട് ഒരു നിശ്വാസത്തോടു കൂടി ഓരോന്ന് കേട്ടുകൊണ്ട് അവരിയ്ക്കുകയാണ്. അയാളുടെ ഉള്ളിൽ കുറ്റബോധമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മിസ്സിസ് സ്ഥലത്തിന്റെ ഉള്ളിലും എന്തൊക്കെയോ താൻ നഷ്ടപ്പെടുത്തിയിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ന് താൻ ഒറ്റപ്പെട്ടാണല്ലോ ഇരിക്കുന്നത് എന്നുള്ള ചിന്ത അവരെ വല്ലാതെ മതിച്ചു കഴിഞ്ഞിരിക്കുന്നു.
അതുകൊണ്ടായിരിക്കാം സുധീറിനെ കണ്ടപ്പോൾ പണ്ട് ഒരു കാലത്ത് അത്രയ്ക്കൊരു സ്നേഹമില്ലാഞ്ഞിട്ടും ഇന്ന് വല്ലാതെ അടുപ്പം കാണിക്കുന്നതും കണ്ണുനീർ ഒഴിക്കുന്നതും. ശ്രദ്ധിച്ചിരിക്കുക. ബാക്കി ഭാഗത്തിലേക്ക് കിടക്കാം. അതേ കുഞ്ഞെ, നിനക്ക് പുതിയ ജോലികൾ കിട്ടി, പുതിയ യജമാനന്മാരെയും നീ തന്നെ യജമാനനായിരിക്കുന്നു. പക്ഷേ എനിക്ക് കീഴ്ച്ചുണ്ട് വിറച്ചുകൊണ്ട് അവർ മന്ത്രിച്ചു. അവരവരുടെ നഷ്ടബോധത്തെയാണ് ഓർക്കുന്നത്. ഭർത്താവാണെങ്കിൽ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. 4 മക്കളുണ്ടായിരുന്നു. യഥാവിധം അവരെ ചെറുപ്പത്തിൽ നോക്കിയിരുന്നില്ല. അതുകൊണ്ട് 4 പേരും 4 വഴിക്ക് പോവുകയുണ്ടായി. അതിന്റെ വേദന കടിച്ചമർത്തിക്കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. വല്ലാതെ കുറ്റബോധവും അവരുടെ മനസ്സിൽ തളം കെട്ടി നിന്നിരുന്നു. എന്റെ യജമാനൻ മാറ്റമായി പോയി, പക്ഷേ എന്നെ കൊണ്ടുപോയില്ല, ആരും കൊണ്ടുപോയില്ല. എന്നിട്ടും ഞാൻ ജീവിക്കുന്നു. നീ ഇത് കണ്ടുവല്ലോ. എന്റെ യജമാനൻ മാറ്റമായി പോയി. യജമാനൻ എന്ന് പറഞ്ഞാൽ ഭർത്താവാണ്, തലത്താണ്. ആ ഡോക്ടർ തലത്തിൽ നിന്ന് മരിച്ചു പോയിരിക്കുന്നു. അതിന് ഒരു വേറെ രീതിയിൽ അവർ പറയുന്നതാണ് എന്റെ യജമാനൻ മാറ്റമായി പോയി എന്ന്, എന്നെ കൊണ്ടുപോയില്ലെന്ന്. നീ ഇത് കണ്ടുവല്ലോ. സുധീർ അനുതാപപൂർവം ആ വൃദ്ധയെ പറ്റി ഓർത്തു. വളരെ സഹതാപത്തോടു കൂടി അവരെ പറ്റി ഓർക്കുകയാണ്. ഭർത്താവ് മരിച്ചു, കുട്ടികൾ 4 വഴിക്കായി. സുപരിചിതമായ ജീവിത രീതികളും മാറി. എങ്കിലും മിസ്സിസ് തലത്ത് ഇപ്പോഴും സ്വന്തം യജമാനത്തിയായി തന്നെ ഇരിക്കുന്നു. ചക്രവർത്തിനിയുടെ ജന്മമാണ് അവർക്ക്. ആരുടെ മുന്നിലും തലകുനിക്കില്ല. പഴയ മിസ്സിസ് തലത്തിനെ പറ്റിയിട്ട് സുധീർ ഓർക്കുകയാണ്. ഒരു ചക്രവർത്തിനിയെ പോലെയാണ് അവർ ജീവിച്ചിരുന്നത്. ആരുടെ മുന്നിലും തലകുനിക്കാത്ത സ്വഭാവം. പക്ഷേ ഇന്നോ? കണ്ണീരടക്കി മുഖം തുടച്ചുകൊണ്ട് അവർ പറഞ്ഞു, ഇരിക്കൂ സുധീർ, എന്റെ ചാബല്യം ക്ഷമിക്കൂ. നിന്നെ കണ്ടപ്പോൾ അദ്ദേഹത്തെ പറ്റി ഓർത്തുപോയി. ഇനി ഒരിക്കലും തമ്മിൽ കാണുമെന്ന് വിചാരിച്ചതല്ലോ. അവർക്ക് അഭിമുഖമായി ബെഞ്ചിലിരുന്നു കൊണ്ട് അയാൾ പറഞ്ഞു, അങ്ങനെ പറയരുത് മാഡം. എനിക്ക് അച്ഛനേക്കാൾ വലുതായിരുന്നു അദ്ദേഹം. അദ്ദേഹമാണ് എനിക്ക് ജോലി തന്നത്. എത്ര നാൾ സേവിച്ചു. അപ്പോൾ അങ്ങയെ മറക്കാൻ കഴിയുമോ? കണ്ണീര് തുടച്ചുകൊണ്ട് സുധീറിനോട് പറയുകയാണ്, നിന്നെ കണ്ടപ്പോൾ ഞാൻ പഴയ കാര്യങ്ങൾ ഓർക്കുകയാണ്. അദ്ദേഹത്തെ പറ്റി, എൻ്റെ ഭർത്താവിനെ പറ്റി എല്ലാം തന്നെ ഓർത്തു വന്നു. ഇനി ഒരിക്കലും തമ്മിൽ കാണുമെന്ന് വിചാരിച്ചതല്ല. ജീവിതം ഇങ്ങനെയൊക്കെയാണല്ലോ. അങ്ങനെ അഭിമുഖമായിട്ട് ആ ഒരു മറുപടിക്ക് ഈ സുധീർ പറയുന്ന കാര്യം ഇതാണ്, അങ്ങനെ പറയരുത് മാഡം. എനിക്ക് അച്ഛനേക്കാൾ വലുതായിരുന്നു, എൻ്റെ അച്ഛനേക്കാൾ വലുതായിരുന്നു. എനിക്ക് ജോലി തന്നത് അങ്ങയുടെ ഭർത്താവാണ്. അതുകൊണ്ട് എപ്പോഴും അദ്ദേഹത്തോടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും എനിക്ക് വല്ലാത്തൊരു സ്നേഹം തന്നെ ഉണ്ടായിരിക്കാം. മിസ്സിസ് തലത്ത് ഒന്നും മിണ്ടിയില്ല. അവർ ജപിക്കുന്നത് പോലെ ചുണ്ടനക്കി വിരലുകൾ കൊണ്ട് കണക്ക് വയ്ക്കുകയായിരുന്നു. പൂർവ്വകാല സ്മൃതികളിലേക്ക് ആണ്ടുമുങ്ങിയ പോലെ. എന്തെങ്കിലും ചോദിക്കണമെന്നുള്ളത് കൊണ്ട് മാത്രം അയാൾ ചോദിച്ചു, രമേശ് എവിടെയാണ്? പാരീസിൽ. രവിയോ? ഇന്തോനേഷ്യയിൽ. ആശ ഡൽഹിയിലും പ്രേമ ഗുജറാത്തിലും. എല്ലാവരും സുഖമായി കഴിയുന്നു. മക്കളെ പറ്റിയിട്ടാണ് സുധീർ ചോദിച്ചത്. അപ്പോൾ ആ സ്ത്രീ പറയുന്നു, 4 മക്കളും നല്ല നിലയിൽ തന്നെയാണ്. 2 പേരും, അല്ലെങ്കിൽ ആരും തന്നെ വീട്ടിലില്ല. 2 പേർ വിദേശത്തും 2 പേർ ഇന്ത്യയിൽ തന്നെ മറ്റു സംസ്ഥാനങ്ങളിലും സുഖകരമായിട്ട് ജീവിക്കുന്നു. കുറച്ചു നേരത്തേക്ക് ഇരുവരും മിണ്ടിയില്ല. അയാൾ പറഞ്ഞു, മാഡം ഡൽഹിയിലായിരിക്കുമെന്നാ വിചാരിച്ചത്. അദ്ദേഹം മരിച്ചതിന് ശേഷം ആശയോടുകൂടിയായിരുന്നല്ലോ. പക്ഷേ ഇടയ്ക്ക് ഉണ്ണിയെ കണ്ടു. അപ്പോഴാണ് നാട്ടിലേക്ക് പോകുന്നുവെന്ന് അറിഞ്ഞത്. ഇവിടെ വന്ന നാൾ മുതൽ ഞാൻ വീട് തിരക്കിയായിരുന്നു. ഇന്നലെയാണ് ഒരുമാതിരി വിവരം കിട്ടിയത്. അപ്പോൾ തന്നെ തിരിച്ചു. ഇവിടെ വന്നിട്ട് പോലും സംശയം തീർന്നില്ല. മാഡം ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇതുപോലെ ഡൽഹിയിലായിരിക്കും മാഡം എന്നാണ് അയാൾ വിചാരിച്ചത്. അങ്ങനെ ഒരുപാട് അലഞ്ഞു. അവസാനമാണ് ഇവിടെ കാണാനായിട്ട് ഇവിടെ എത്തിപ്പെട്ടത് അയാൾ. മാഡം തലത്ത് ചിരിച്ചു. എൻ്റെ അച്ഛനമ്മമാർ ഇതിലും മോശമായ വീട്ടിലാണ് കുഞ്ഞെ താമസിച്ചിരുന്നത്. അവിടെയാണ് ഞാൻ വളർന്നത്. നീ കാണുന്നതിന് മുമ്പ് എനിക്കൊരു ജീവിതമുണ്ടായിരുന്നു. ഇതിലും മോശമായിട്ടുള്ള സാഹചര്യത്തിലായിരുന്നു ഞങ്ങൾ ജീവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാനായിട്ട് ഒരു താല്പര്യമുണ്ടായത്. പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവർ എണീറ്റു. ഓ, നീ വളരെ വഴി നടന്നു വന്നിരിക്കുന്നു. നിനക്കൊന്നും തന്നില്ലല്ലോ. ഇരിക്കൂ, ഇപ്പോൾ വരാം. മിസ്സിസ് തലത്ത് ഒരു ഗൃഹനായികയുടെ ഗൗരവബോധത്തോടെ എണീറ്റ് അകത്തേക്ക് നടന്നപ്പോൾ പണ്ട് ലണ്ടനിലും ന്യൂയോർക്കിലും വച്ച് കണ്ട മാഡം തലത്തിനെ പറ്റി അയാൾ ഓർത്തുപോയി. അവരുടെ സ്വീകരണമുറി പരിചിത വലയത്തിലെല്ലാം തന്നെ പ്രസിദ്ധമായിരുന്നു. അലങ്കാരങ്ങളുടെ അന്തസ്സും സൽക്കാരത്തിന്റെ ഔചിത്യവും സംഭാഷണ രസികതയും സർവോപരി തലയുയർത്തി പിടിച്ചിട്ടുള്ള ചടുലമായിട്ടുള്ള അംഗവിക്ഷേപങ്ങളും ഒരിക്കലും കണ്ടാൽ മറക്കില്ല. ആ സ്ത്രീ ഒരു ഗൃഹനായികയുടെ ഒരു രീതിയിൽ തന്നെ ഒരു ഗൗരവബോധത്തോടു കൂടി നടന്ന് ഭക്ഷണം എടുക്കാൻ പോയ സമയത്ത് സുധീർ പഴയ കാര്യങ്ങൾ ഓർക്കുകയാണ്. ആ സ്ത്രീ എങ്ങനെയായിരുന്നു? നല്ല രീതിയിൽ ലണ്ടനിലും ന്യൂയോർക്കിലുമെല്ലാം പാറിപ്പറന്നു നടന്ന ഒരു സ്ത്രീ. അലങ്കാരങ്ങളുടെ അന്തസ്സും സൽക്കാരത്തിന്റെ ഔചിത്യവും എല്ലാം തന്നെ അവരിൽ തെളിഞ്ഞു നിന്നിരുന്നു. നല്ല രീതിയിൽ തല ഉയർത്തി പിടിച്ചുകൊണ്ട് നല്ല യശസ്സോടു കൂടിയാണ് അവർ ജീവിച്ചു കൊണ്ടിരുന്നത്.
പക്ഷേ ഇന്ന് അവര് ആകെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഔദ്യോഗിക വിരുന്നുകളിലും പൊതുചടങ്ങുകളിലും വെച്ച് ഭാരതീയ സ്ത്രീത്വത്തിന്റെ അംബാസിഡർ എന്ന് വിളിക്കാറുണ്ട് അവരെ. വേഷത്തിലും ഭാവത്തിലും നടപ്പിലും ഒരു മഹാറാണിയുടെ അന്തസ്സ് തോന്നും. ഒരു മഹാറാണിയെ പോലെ അന്തസ്സോടുകൂടി തന്നെയായിരുന്നു ഒരു കാലഘട്ടം മുഴുവൻ അവർ ജീവിച്ചു തീർത്തത്. ഇന്ന് വളരെ മാറിക്കഴിഞ്ഞിരിക്കുന്നുവെന്ന് സുധീർ പിന്നെയും ഓർക്കുകയാണ്. താൻ അവരെ ആദ്യം കണ്ട ദിവസത്തെ പറ്റി അയാൾ ഓർത്തു. ഡോക്ടർ തലത്തിന്റെ സെക്രട്ടറിയായി ചാർജ് എടുത്തന്ന് വൈകിട്ടാണ്. ശാന്തനും പണ്ഡിതനും ഹൃദയാലുമായ ഡോക്ടർ ഭാര്യയെ വിളിച്ചു. നോക്കൂ, നമുക്ക് അഞ്ചാമതൊരു കുട്ടി ഉണ്ടായിരിക്കുന്നു, ഒരു മകൻ. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്, ഇവൻ കുറച്ചുനാൾ നമ്മോടുകൂടി താമസിക്കും. സുധീർ ആദ്യമായി വന്നപ്പോൾ ഭർത്താവ് ഭാര്യയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് ഇത് നമ്മുടെ അഞ്ചാമത്തെ മകനെന്നാണ്. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് ആ പ്രത്യേകത? അവൻ ഇനി കുറച്ചുനാൾ നമ്മോടൊപ്പം താമസിക്കും. അതിനർത്ഥം 4 മക്കളുണ്ട് അവർക്ക്. ആ 4 മക്കളും അവരോടൊപ്പം അല്ലായിരുന്നു ജീവിച്ചിരുന്നത്. അവർ അവരുടെ ജീവിതം നോക്കി, അവരുടെ ഭാവി നോക്കി പല വഴിക്ക് പറന്നു പോയിരുന്നു. മിസ്സിസ് സ്ഥലത്ത് ഒരു യജമാനത്തിയുടെ അകൽച്ച പാലിച്ചുകൊണ്ട് മന്ദഹസിച്ചു, കൈനീട്ടി. പക്ഷേ ആ പാണികൾ ഗ്രഹിച്ചപ്പോൾ ഇന്നത്തേതുപോലുള്ള ചൂട് ഇല്ലായിരുന്നുവെന്ന് അയാൾ ഓർത്തു. മിസ്സിസ് സ്ഥലത്ത് ഒരു യജമാനത്തിയെ പോലെ വലിയ പരിചിതഭാവം കാണിക്കാതെയാണ് പെരുമാറിയത്. ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തപ്പോൾ, അതാണ് പാണികൾ ഗ്രഹിച്ചപ്പോൾ, കയ്യിൽ പിടിച്ചപ്പോൾ ഇന്നത്തേതുപോലുള്ള ഒരു ചൂടില്ലായിരുന്നുവെന്ന് അയാൾ ഓർത്തു. മിസ്സിസ് സ്ഥലത്തിന്റെ കുട്ടികൾ 4 പേരും അന്നും ഇന്നത്തെ പോലെ 4 സ്ഥലങ്ങളിലാണ് താമസം. മൂത്തവൻ കോളേജ് ഹോസ്റ്റലുകളിൽ, ഇളയവർ ബോർഡിങ്ങിൽ. ഒഴിവിന് വല്ലപ്പോഴും വരും പോകും. വളരെ ചെറുപ്പത്തിലെ തന്നെ കുട്ടികളുടെ ഹോസ്റ്റലിലും ബോർഡിങ്ങിലുമൊക്കെയായിരുന്നു നിർത്തിയാണ് അവർ പഠിപ്പിച്ചത്. കാരണം ഉദ്യോഗ തിരക്കുകൾ കൊണ്ട് കുട്ടികളെ ശരിയായ വിധം നോക്കാനായിട്ട് മിസ്സിസ് സ്ഥലത്തിനും ഭർത്താവിനും ഒരിക്കലും കഴിഞ്ഞിരുന്നില്ല. ഇന്നും അവർ 4 വഴിയിൽ താമസിച്ചു പോരുന്നു. മിസ്സിസ് സ്ഥലത്ത് കുട്ടികളെ പ്രസവിച്ചു എന്ന് മാത്രം മുല കൊടുത്തിട്ടില്ല, താരാട്ടു പാടിയിട്ടില്ല, വാശി പിടിച്ച് കരയുമ്പോൾ ശാസിക്കുകയോ സുഖക്കേടിൽ ശുശ്രൂഷിക്കുകയോ ചെയ്തിട്ടില്ല. അലങ്കരിച്ച ബൊമ്മകളെ പോലെ ഇടയ്ക്ക് ഉമ്മ വയ്ക്കാൻ മാത്രം അവർ അടുത്തു വരും. കുട്ടികളെ താലോലിക്കേണ്ട രീതിയിൽ ഒന്നും തന്നെ അവർ താലോലിച്ചിട്ടില്ല. ഒരു തരത്തിലും സ്നേഹവും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ആ കുട്ടികൾ ഇന്ന് അവരെ തിരിഞ്ഞു നോക്കാത്തത്. മുല കൊടുക്കാനുള്ളൊരു മടി പോലും ആ സ്ത്രീക്കുണ്ടായിരുന്നു. കരയുന്ന കൊച്ചുങ്ങളെ ശാസിക്കാൻ പോലും അവർ നടപടിയെടുത്തില്ല. വല്ലപ്പോഴും ഒരു ഉമ്മ കൊടുക്കുന്നത് മാത്രമായിരുന്നു ആകെ ഉണ്ടായിരുന്ന സ്നേഹം. സ്വീകരണ മുറിയിലും ക്ലബിലും നാടകശാലകളിലും പറന്നു നടക്കുന്ന ഉന്മേഷഭരിതയായ ഈ ലേഡിയെ കണ്ടാൽ ഒന്ന് പ്രസവിച്ചതാണെന്ന് പോലും ആരും പറയുകയില്ലല്ലോ. അത്രയും സുന്ദരിയായിരുന്നോ? അത്രത്തോളം പാറി പറന്ന് നടക്കുക എന്നുള്ള പ്രയോഗമാണ് ഇവിടെ ലളിതാംബിക അന്തർജനം ഉപയോഗിച്ചിരിക്കുന്നത്. അത്രത്തോളം ലൈഫ് എൻജോയ് ചെയ്തുകൊണ്ട്, ഉദ്യോഗത്തിന്റെ ആ ഒരു തിരക്കുകൾ കൊണ്ട് കുട്ടികളെ നോക്കാതെ എല്ലാ തരത്തിലും ഒരു ആഡംബര ജീവിതമായിരുന്നു അവർ നയിച്ചിരുന്നത്. പൗരസ്ത്യ സംസ്കാരം മുഴുവൻ അവർ മറന്നിരുന്നു. പാശ്ചാത്യ ലോകത്തിന്റെ ചിന്തകൾ മാത്രമായിരുന്നു അവരുടെ മനസ്സിൽ നിറഞ്ഞു നിന്നത്. താൻ ഒരു ഭാരതീയ വനിതയാണ്, കേരളത്തിലെ ഒരു കൊച്ചു നാട്ടിൻപുറത്താണ് താൻ ജനിച്ചത് എന്നുള്ള ചിന്തയൊന്നും തന്നെ അവരുടെ മനസ്സിലുണ്ടായിരുന്നില്ല. ഔപചാരികമായി ചിട്ടപ്പെടുത്താതെ ചിരിക്കാനോ കരയാനോ കൂടി അവർക്ക് കഴിയുമെന്ന് അയാൾ മനസ്സിലാക്കിയിരുന്നില്ല. അങ്ങനെയുള്ള മാഡം തലത്താണിപ്പോൾ ആ പ്രൗഢ വനിതയാണ്. അങ്ങനെ നല്ല രീതിയിൽ പ്രൗഢഗംഭീരമായി ജീവിച്ചിരുന്ന ആ വനിതയാണ് ഇന്നൊരു സന്യാസിനിയെ പോലെ ഒറ്റപ്പെട്ട് ചെറിയൊരു തറവാട്ടിൽ ജീവിക്കുന്നത്. ഒരു ഓട്ടു ഗ്ലാസ്സിൽ ചൂടുള്ള കാപ്പിയും താലത്തിൽ നെയ്യപ്പവും മലരുമായി മാഡം തലത്ത് മെല്ലെ നടന്നു വന്നു. പണ്ട് തൻ്റെ അമ്മ നടന്നു വരാറുള്ളത് പോലെ പലഹാരം അയാളുടെ കയ്യിൽ കൊടുത്തു. കാപ്പി ചൂടാറ്റിക്കൊണ്ട് പറഞ്ഞു, സുധീറിന് രുചിക്കില്ലായിരിക്കും, ഞാൻ തനിച്ചു പാകം ചെയ്തതാണ് നിവേദ്യത്തിന്റെ അപ്പവും മലരും. വേലക്കാരി പുറത്തു പോയിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ വരികയാണ്, കുറച്ച് നെയ്യപ്പവും അതുപോലെ തന്നെ കാപ്പിയും മലരുമായിട്ട്. എന്നിട്ട് പറയാണ്, സുധീറിന് ചിലപ്പോൾ ഇഷ്ടമാവില്ല, ഇത് സാധാരണ നാട്ടിൻപുറത്തെ ഭക്ഷണമാണ്, നിവേദ്യത്തിന്റെ ഒരു അംശമാണ്, ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയത്. വേലക്കാരി പുറത്തു പോയിരിക്കുന്നു. മുൻപായിരുന്നെങ്കിൽ വളരെ ആഡംബരത്തോടുകൂടി വിദേശ ഭക്ഷണങ്ങൾ മാത്രം കഴിച്ചിരുന്ന ഒരു സ്ത്രീയായിരുന്നു. അവരുടെ ഊണുമുറിയിലെ ഭക്ഷണങ്ങൾ കണ്ട് ഇയാൾ ഞെട്ടിയിരുന്നിരിക്കാം. പക്ഷേ ഇന്നത്തെ ഈ അവസ്ഥ ഓർത്ത് സുധീർ ആകെ ഭയന്നിരിക്കുന്നു. അയാളുടെ മനസ്സിൽ എന്തോ ഒരു പേടി തളം കെട്ടിയിരിക്കുന്നു. ഇങ്ങനെയും മനുഷ്യന്റെ അവസ്ഥ മാറുമല്ലോ എന്ന് അയാൾ ചിന്തിച്ചു പോയി. അവർ കൊണ്ടുവന്ന അപ്പം വായിൽ മുറിച്ചു വെച്ചുകൊണ്ട് സുധീർ പറഞ്ഞു, എൻ്റെ അമ്മ എന്നും ഉണ്ടാക്കിയിരുന്നതാണ്. അവർ തനിച്ചു പാകം ചെയ്ത് അടുത്തിരുന്നു തീറ്റും. എനിക്ക് എന്ത് ഇഷ്ടമാണെന്നോ. മാഡത്തിന്റെ കൈകൊണ്ട് ഇതും കിട്ടിയല്ലോ. അയാൾ പറയുകയാണ്, എൻ്റെ അമ്മ ചെറുപ്പത്തിൽ ഒരുപാട് എനിക്കിതുപോലെ ഭക്ഷണം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അമ്മയ്ക്ക് തുല്യമായിട്ടാണ് ഞാൻ താങ്കളെ കാണുന്നത്.
അതുകൊണ്ട് തന്നെ ഈ ഒരു കൈകൊണ്ട് കിട്ടിയ ഭക്ഷണം എനിക്ക് ഒരുപാട് സന്തോഷം നൽകുന്നു. അവർ ബെഞ്ചിൽ അയാൾക്കടുത്തിരുന്നു. കാപ്പി ചൂടാറ്റി ഒഴിച്ചുകൊണ്ടിരുന്നു. വീണ്ടും വീണ്ടും അവർ ഒഴിച്ചു. അയാൾ കുടിച്ചു. ചെറിയ ചിരിയോടെ അയാൾ പറഞ്ഞു, മാഡം എത്രയോ തവണ എനിക്ക് കാപ്പി തന്നിട്ടുണ്ട്, എന്നാൽ ഇത്രയും രുചി അന്നൊന്നും തോന്നിയിട്ടില്ല. വയററിയാതെ കഴിച്ചു പോകുന്നു. ആ സ്ത്രീയോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കാം അയാൾ പറയുന്നത്, ഒരുപാട് തവണ താങ്കൾ എനിക്ക് കാപ്പി തന്നിട്ടുണ്ട്, മാഡം എനിക്ക് കാപ്പി തന്നിട്ടുണ്ട്, പക്ഷേ അന്നൊന്നും ഇത്രത്തോളം രുചി അതിനില്ലായിരുന്നു. അവർ തലകുനിച്ചു. ഞാനും സ്വന്തം കൈകൊണ്ട് പാകപ്പെടുത്തി ഇത്ര താല്പര്യപൂർവ്വം ആർക്കും ഇതുവരെ കൊടുത്തിട്ടില്ല. അതിന് മറുപടിയായിട്ട് കുഞ്ഞിക്കുട്ടിയമ്മ അല്ലെങ്കിൽ മിസ്സിസ് തലത്ത് പറയുന്ന കാര്യമാണ്, ഞാൻ ഇതുവരെ എൻ്റെ കൈകൊണ്ട് ഒന്നും പാകപ്പെടുത്തി ആർക്കും കൊടുത്തിട്ടില്ല. ആ നഷ്ടബോധമാണ്, ഉള്ളിലെ കുറ്റബോധമാണ് തെളിഞ്ഞു കാണുന്നത്. സ്വന്തം മക്കൾക്ക് മുല കൊടുക്കാൻ പോലും അവർക്ക് ഒരു കാലത്ത് മടിയായിരുന്നു. പക്ഷേ ഇന്ന് അവർ നല്ല സ്നേഹത്തോടു കൂടിയാണ് സുധീറിന് മകനെ പോലെ കണ്ടിട്ട് ഭക്ഷണം കൊടുക്കുന്നത്. മിസ്സിസ് തലത്ത് അല്പനേരം എന്തോ ആലോചിച്ചിരുന്നു. എന്നിട്ട് പറഞ്ഞു, വീട്ടിനെ പറ്റി ഓർക്കുന്നത് ഡോക്ടർ തലത്തിന് ഒരു ലഹരിയായിരുന്നു. തൻ്റെ അമ്മ, തൻ്റെ അമ്മൂമ്മ എന്നൊക്കെ വെച്ചാൽ അദ്ദേഹം പറയാറുണ്ട്. ഡോളി, ഭാരതീയ സ്ത്രീകൾ എത്ര ഭാഗ്യമുള്ളവരായിരുന്നു. അവർ കൊടുക്കുവാൻ മാത്രമേ പഠിച്ചിരുന്നുള്ളൂ. കൊടുക്കുന്നതിൽ നിന്നും മാത്രം എല്ലാം നേടി. അതുകൊണ്ടാണ് അവർ എപ്പോഴും സംതൃപ്തരായിരുന്നത്. നിനക്കതറിയാമോ? അറിഞ്ഞുകൂടായിരുന്നോ? ഏറെ നാൾ കഴിഞ്ഞ് ഇന്നാണ് എനിക്കതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നത്. തലത്തിനെ സംബന്ധിച്ച്, അതായത് മിസ്സിസ് തലത്തിന്റെ ഭർത്താവിനെ സംബന്ധിച്ച്, അയാൾ ഒരു നയതന്ത്ര ഉദ്യോഗസ്ഥനായിരുന്നു. പക്ഷെ എപ്പോഴും കുടുംബത്തോട് വല്ലാത്ത ഒരു താല്പര്യം, ഇഷ്ടം അയാൾക്കുണ്ടായിരുന്നു. സ്വന്തം അമ്മയെ പറ്റിയും അമ്മൂമ്മയെ പറ്റിയും എല്ലാം തന്നെ എപ്പോഴും അയാൾ സംസാരിച്ചിരുന്നു. അയാളെ സംബന്ധിച്ച് നാട്ടുമ്പുറത്തും അതുപോലെ തന്നെ നാട്ടിലെ ആ സ്ത്രീകളുടെ ജീവിതവും എല്ലാം തന്നെ ഇഷ്ടപ്പെട്ടിരുന്നു. അവർ കൂടെ കൂടെ പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, എപ്പോഴും എല്ലാവർക്കും ഓരോന്ന് കൊടുക്കാനായിട്ട് സ്ത്രീകൾക്ക് വല്ലാതെ ഒരു താല്പര്യമുണ്ടെന്ന്. പക്ഷേ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഇപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. ഭാരതീയ സ്ത്രീകളുടെ വിശുദ്ധിയെ പറ്റിയും, ഇല്ലെങ്കിലും പട്ടിണി കടന്നു കഴിഞ്ഞാലും അതിഥികൾക്കും സ്നേഹമുള്ളവർക്കും കുടുംബത്തിലുള്ളവർക്കും എല്ലാവർക്കും തന്നെ നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കുക എപ്പോഴും ഭാരതീയ സ്ത്രീകൾക്ക് സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. അതിൻ്റെ അർത്ഥം തനിക്ക് ഇപ്പോഴാണ് മനസ്സിലായതെന്ന് അവർ വീണ്ടും ചിന്തിക്കുകയാണ്. സുധീർ ഒന്നും മിണ്ടാതെ ആ വൃദ്ധയുടെ സ്നിഗ്ധമായ മുഖത്ത് നോക്കി അപ്പവും മലരും ചവച്ചുകൊണ്ടിരുന്നു. അവരുടെ ആ മുഖത്ത് നോക്കിക്കൊണ്ട് ആ ഭക്ഷണം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ രുചി അവരാണ് ആസ്വദിക്കുന്നതെന്ന് തോന്നും. ഇരുവരുടെയും മട്ടു കണ്ടാൽ മിസ്സിസ് തലത്ത് ഓർമ്മകളുടെ ഓളക്കുത്തിലേക്ക് വഴുതി വീഴുകയായിരുന്നു. അവർ ചോദിച്ചു. അവർ പിന്നെയും പഴയ ഓർമ്മകളിലേക്ക് ഇങ്ങനെ ഓർമ്മകൾ അയവിറക്കിക്കൊണ്ട് ഓരോ കാര്യങ്ങൾ സുധീറിനോട് ചോദിക്കുകയാണ്. ന്യൂയോർക്കിലായിരുന്നപ്പോൾ നമ്മുടെ താമസ സ്ഥലത്തിന്റെ മുന്നിലുള്ള പാർക്കിൽ ഇളവയിൽ കായാൻ വന്നിരിക്കാറുള്ള ആ വൃദ്ധനെ ഓർക്കുന്നുണ്ടോ? നീണ്ടു മെല്ലിച്ച് ലേശം കൂനും വിറയലുമുള്ള പാവം കിഴവൻ. അയാളെ എനിക്കന്ന് വെറുപ്പായിരുന്നു. എപ്പോഴും മൂക്കട്ട ഒലിക്കും, ചെവി കേട്ടുകൂടാ, കീറിപ്പറഞ്ഞ പാൻറ്റും തൊപ്പിയും. ഒരു ദിവസം എൻ്റെ അടുത്ത് വന്ന് അയാൾ ചോദിക്കുകയാണ്, മാഡം ഒന്ന് ചോദിക്കട്ടെ, നിങ്ങൾ ഇന്ത്യക്കാർ അച്ഛനമ്മമാരെ ദൈവത്തെ പോലെ വിചാരിക്കുന്നുവെന്ന് കേട്ടിട്ടുണ്ട്, അത് ശരിയാണോ? ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടോ എന്നറിഞ്ഞുകൂടാ, എന്നാലും അതേ എന്ന് തലകുലുക്കി. അയാൾ പറഞ്ഞു, ഞാൻ ഇന്ത്യയിൽ ജനിക്കാൻ ആഗ്രഹിക്കുന്നു മാഡം. ഇന്ത്യ എന്തു നല്ല നാടാണ്. സുധീർ ഒന്നും പറഞ്ഞില്ല. മിസ്സിസ് തലത്ത് തുടർന്നു, ഞാൻ ഇന്ത്യയിൽ ജനിച്ചു, പക്ഷേ ജീവിച്ചത് ഇവിടെയല്ലല്ലോ. എൻ്റെ അച്ഛനമ്മമാരെ ദൈവത്തെ പോലെ വിചാരിച്ചിട്ടില്ല. അവസാന കാലത്ത് തുടരെ അമ്മ എഴുതിയിട്ടും നാട്ടിൽ വന്ന് താമസിക്കാനുള്ള മടി കൊണ്ട് പോരാതിരിക്കുകയാണ് ചെയ്തത്. കൊടുത്തത് മാത്രമേ നേടാനൊക്കൂ, അല്ലേ സുധീർ? ഞാൻ ആർക്കും ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. ഇയാൾ പണ്ടത്തെ കാര്യം ഇങ്ങനെ ആ സ്ത്രീ ഓർക്കുകയാണ്. അവിടെ വെച്ച് അവർ ഒരു മനുഷ്യനെ പരിചയപ്പെട്ടിരുന്നു, ഒരു വയസ്സായ മനുഷ്യൻ. നല്ല രീതിയിലുള്ള വസ്ത്രം പോലും ധരിക്കാതെ എപ്പോഴും ഇങ്ങനെ വിറച്ചുകൊണ്ട് അല്പം കൂനോടുകൂടി മൂക്കട്ടയെല്ലാം ഒലിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യനെ കാണുന്ന സമയത്ത് എല്ലാം തന്നെ ഒരു വെറുപ്പോടുകൂടിയാണ് അവർ നോക്കിക്കണ്ടിരുന്നത്. ഒരിക്കൽ ആ വൃദ്ധൻ അവരുടെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, ഇന്ത്യയിൽ മാതാപിതാക്കളെ നല്ല രീതിയിൽ നോക്കുമെന്ന് കേട്ടിട്ടുണ്ട്, അത് സത്യമാണോ എന്ന്. പക്ഷേ അതിൻ്റെ യഥാർത്ഥ അർത്ഥം കൃത്യമായിട്ട് ആ സ്ത്രീക്ക് മനസ്സിലായിരുന്നില്ല. എന്നാലും അതെ എന്നാണ് അവർ മറുപടി പറഞ്ഞത്. പിന്നീട് അവർ ഓർക്കുകയാണ്, തൻ്റെ മാതാപിതാക്കളെ താൻ ഒരിക്കലും മര്യാദയ്ക്ക് സ്നേഹിച്ചിട്ടില്ല, അവരെ ആദരിച്ചിട്ടില്ല. അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവരുടെ കാര്യങ്ങളൊന്നും തന്നെ നോക്കാതെ സ്വന്തം കാര്യം നോക്കിക്കൊണ്ട് പാറിപ്പറന്ന് ജീവിക്കുകയായിരുന്നു. അതിൻ്റെ ഒരു പ്രത്യാഘാതം അല്ലെങ്കിൽ ആ കർമ്മമായിരിക്കും, അതിൻ്റെ ആ ഫലമായിരിക്കും ഞാനിപ്പോൾ അനുഭവിക്കുന്നതെന്ന് അവൾ ചിന്തിക്കുകയാണ്.
ഏതൊരു കർമ്മത്തെയും അതിന്റെ കർമ്മഫലം പിന്തുടരുമെന്ന് പറയുന്നത് സത്യമാണ്. ഇവിടെ മിസ്സിസ് തലത്തിനും സംഭവിച്ചത് അത് തന്നെയാണ്. യൗവന കാലഘട്ടത്തില് ഭർത്താവിനോടൊപ്പം വിദേശത്ത് സുഖിച്ച് ജീവിച്ച സമയത്ത് ഒരിക്കൽ പോലും അവർ വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കളെ തിരിഞ്ഞു നോക്കിയിരുന്നില്ല. ഇന്ന് അവർക്ക് വാർദ്ധക്യം ബാധിച്ച് 75 വയസ്സിലെത്തി നിൽക്കുന്നു. ചെറുപ്പത്തിൽ കുട്ടികളെ പോലും അവർ മര്യാദയ്ക്ക് നോക്കിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ 4 മക്കളുണ്ടായിട്ടും 4 പേരും അവരെ തിരിഞ്ഞു നോക്കുന്നില്ല. അതിൻ്റെ ഒരു വേദന അവരുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൊടുത്തത് മാത്രമേ നേടാനൊക്കൂ അല്ലേ സുധീർ എന്ന് അവർ പറയുന്നത്. അവർക്ക് മനസ്സിലാകുന്നുണ്ട് താൻ ചെറുപ്പത്തില് വൃദ്ധ മാതാപിതാക്കൾക്ക് കൊടുത്തിട്ടുള്ള കാര്യം എന്തായിരുന്നു? ഒറ്റപ്പെടലും അവഗണനയും മാത്രമാണ് കൊടുത്തത്. അത് തന്നെയാണ് തനിക്ക് ഇന്ന് കിട്ടുന്നതെന്ന് അവർ തിരിച്ചറിയുകയാണ്. വാർദ്ധക്യം എന്ന് പറഞ്ഞാൽ ഒരു രോഗമായിട്ട് കണക്കാക്കുന്ന ഒരു സമൂഹമാണ് ഇന്നുള്ളത്. പഴുത്തില വീഴുമ്പോൾ പച്ചില ചിരിക്കും, പക്ഷേ പച്ചില അറിയുന്നില്ല നാളെ താനും പഴുക്കുമെന്ന്. അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം. അയാൾ വികാരഭരിതനായി പറഞ്ഞു, അങ്ങനെയല്ല മാഡം, കാലത്തിനും ദേശത്തിനും അനുസരിച്ച് ജീവിതം സ്വയം രൂപപ്പെടുകയാണ്. അന്നു മാറിയ പരിതസ്ഥിതിയായിരുന്നു, അതിൽ അങ്ങേയറ്റം ശോഭിക്കുകയും ചെയ്തു. ഡോക്ടർ തലത്ത് പറയാറുള്ളത് ഓർമ്മയില്ലേ? ഡോളി ഇല്ലെങ്കിൽ ഞാൻ വെറും നിഴലായനെ. സങ്കീർണമായ പ്രശ്നങ്ങളെല്ലാം അവളുടെ ഒരു ചിരിയിൽ മാഞ്ഞു പോകുന്നു. യഥാർത്ഥ നയതന്ത്ര പ്രതിനിധി അവളാണ്. മിസ്സിസ് തലത്ത് പറയാണ്, ഡോളി എന്നാണ് ഭർത്താവ് വിളിച്ചുകൊണ്ടിരുന്നത്. തൻ്റെ ശക്തി എല്ലാം തന്നെ അവളായിരുന്നുവെന്ന് തലത്ത് എപ്പോഴും പറയാറുണ്ടായിരുന്നു. അതുകൊണ്ട് സങ്കടപ്പെടേണ്ട കാര്യമില്ല. നല്ല കാലത്ത് നല്ല രീതിയിൽ തന്നെയാണ്, നല്ല കർമ്മം ചെയ്തുകൊണ്ട് എല്ലാ രീതിയിലും നല്ല ചങ്കൂറ്റത്തോടുകൂടി പ്രവൃത്തികൾ ചെയ്തുകൊണ്ടാണ് താങ്കൾ മുന്നേറിയത്. അതുകൊണ്ട് ഒരു തരത്തിലും പേടിക്കേണ്ട മാഡം എന്നാണ് സുധീർ അവിടെ പറയുന്നത്. മിസ്സിസ് തലത്ത് തലകുലുക്കി, അതെ ശരിയാണ്, അദ്ദേഹത്തിന് വേണ്ടി രൂപപ്പെടുത്തിയതാണ് എൻ്റെ ജീവിതം. മറ്റാർക്കും അതിൽ ഇടമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ തനിച്ചു താമസിക്കാൻ ഇഷ്ടപ്പെടുന്നത്. ആശ വിളിച്ചു, പ്രേമ വിളിച്ചു, രവിയും നിർബന്ധിക്കാതിരുന്നില്ല. എന്ത് പൊള്ളയായ ഭംഗി വാക്കുകൾ! അവർക്കറിയാം ഈ കിഴവി ക്രമേണ തങ്ങൾക്കൊരു ഭാരമായി വരികയാണെന്ന്. ഭർത്താവിന് വേണ്ടി രൂപപ്പെടുത്തിയതാണ് തൻ്റെ ജീവിതമെന്ന് അവർ പറയുന്നു. ഒരു ഗ്രാമീണ വനിതയായിട്ടുള്ള സ്ത്രീ മിസ്സിസ് തലത്ത് എന്നുള്ള നല്ല രീതിയിൽ എത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അവരുടെ ഭർത്താവായിരുന്നു. ഭർത്താവിന് വേണ്ടി തന്നെയായിരുന്നു അവർ ജീവിതം ഒഴിഞ്ഞു വെച്ചത്. വേറെ ആരും അവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നതും അവർക്ക് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തനിച്ചു താമസിക്കാൻ അവർ ഇഷ്ടപ്പെടുന്നത്. മക്കൾ പലവട്ടം വിളിച്ചു, 4 മക്കളും മാറി മാറി അവരെ വിളിക്കുകയുണ്ടായിരുന്നു. പക്ഷേ അവരോടൊപ്പം പോകാനായിട്ട് അവർക്ക് ഒരു താല്പര്യമില്ലായിരുന്നു. കാരണം അതെല്ലാം വെറും ഭംഗി വാക്കുകളായിരുന്നു, പൊള്ളയായ വാക്കുകളായിരുന്നു എന്ന് കൃത്യമായിട്ട് അറിയാം. പിന്നെ അവരുടെ മനസ്സിൽ കുറ്റബോധവുമുണ്ട്, ഒരിക്കലും താൻ ഇത് അർഹിക്കുന്നില്ലല്ലോ എന്ന്. ചെറുപ്പത്തിൽ തൻ്റെ മക്കളെ നല്ല രീതിയിൽ സംരക്ഷിക്കേണ്ട സമയത്ത് ക്ലബിലും പാർട്ടികളിലുമായിട്ടാണ് താൻ ജീവിതം നയിച്ചത്. ഇപ്പോൾ ഈ വാർദ്ധക്യകാലത്ത് അവരോടൊപ്പം പോകാൻ അതുകൊണ്ട് തന്നെ അവർക്ക് മടിയുമുണ്ടായിരുന്നു. ഈ കിഴവി ക്രമേണ തങ്ങൾക്കൊരു ഭാരമായി വരികയാണെന്ന് അവർക്കറിയാം. എൻ്റെ ജീവിതചര്യ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് വരും. അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളിൽ ഞാൻ ഇടപെട്ടു എന്ന് വരും. പോരെങ്കിൽ ഞാൻ മാത്രമല്ലല്ലോ അവർക്ക് ബന്ധുവായുള്ളൂ. മകൾക്ക് ഭർത്താവിൻ്റെയും മകന് ഭാര്യയുടെയും ബന്ധുവലയമുണ്ടല്ലോ. വേണ്ട സുധീർ, വേണ്ട. ഞാനൊരു ആശ്രിതയാവാൻ ആഗ്രഹിക്കുന്നില്ല. മറ്റൊന്നുമില്ലെങ്കിലും ഞാനായി മരിക്കട്ടെ. ഒരു ബന്ധങ്ങളും വേണ്ട. ഇനി ഒരിക്കലും ഒരു ബന്ധങ്ങളും വേണ്ട എന്ന് അവർ തീരുമാനിക്കുകയാണ്. തൻ്റെ മക്കളെല്ലാം തന്നെ ഇന്ന് മറ്റൊരു കുടുംബമായിട്ട് ഭാര്യയും ഭർത്താവും ഒക്കെ ആയിട്ട് കഴിയുന്നുണ്ട്. അവർക്കൊരു ഭാരമായിട്ട് താൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് സുധീറിനോട് വീണ്ടും അവർ പറയുന്നത്. ഒറ്റയ്ക്ക് ജീവിക്കാനും ഒറ്റയ്ക്ക് മരിക്കാനുമാണ് തനിക്കിഷ്ടമെന്ന് അവർ പറയുന്നു. സുധീർ ആ വൃദ്ധയെ മനസ്സിലാക്കുന്നതായി തോന്നി. അയാൾക്ക് അവരോട് ബഹുമാനം തോന്നി. താപസോചിതമായ ഈ വേഷത്തിലും മാഡം തലത്ത് തന്നെയാണ്. ആ അഭിമാനബോധം, അതേ നിശ്ചയദാർഢ്യം. ഇന്ന് പ്രായം 75-ലെത്തി നിൽക്കുന്നു. വയ്യ, ഭർത്താവ് മരിച്ചു പോയിരിക്കുന്നു. ഒറ്റയ്ക്ക് ഒരു ഗ്രാമത്തിൽ ഒരു ചെറിയ വീട്ടിൽ ഒരു താപസിനി പോലെയാണ് അവർ ജീവിക്കുന്നത്. എന്നിട്ട് പോലും പഴയ ആ അഭിമാനബോധം ഇപ്പോഴും അവരുടെ മനസ്സിലുണ്ട്. നല്ല ചങ്കൂറ്റത്തോട് തന്നെയാണ് ഇന്നും അവർ ജീവിക്കുന്നത്. ഈ വേഷത്തിലും മാഡം തലത്ത് തന്നെയാണെന്ന് സുധീർ വിശ്വസിക്കുന്നു. അയാൾ വാച്ച് നോക്കി. സമയം വളരെ ആയി കഴിഞ്ഞിരിക്കുന്നു. എക്സ്പ്രസ് ട്രെയിനിൽ പോയെങ്കിലേ ഇനി വിമാനത്താവളത്തിൽ സമയത്തിന് എത്താൻ കഴിയൂ. അയാൾ എഴുന്നേറ്റു. യാത്രാനുവാദത്തിന് എന്നവണ്ണം തലകുനിച്ചു. മാഡം, മിസ്സിസ് തലത്ത് പൊട്ടിച്ചിതറിക്കൊണ്ട് വീണ്ടും അയാളെ കെട്ടിപ്പിടിച്ചു. കുറെ നേരത്തിന് ശേഷം അയാൾ പോകാനായിട്ട് തയ്യാറെടുക്കുകയാണ്. പോകുന്നതിന് മുമ്പായിട്ട് വളരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് വളരെ വികാര വിക്ഷോഭത്തോടുകൂടി ആ സ്ത്രീ തൻ്റെ മകനെ പോലെ കരുതുന്ന സുധീറിനെ ഒരു തവണ കൂടി കെട്ടിപ്പിടിക്കുകയാണ്.
മാഡം തലത്ത് മരിച്ചുപോയി മോനെ. ഡോക്ടർ തലത്തിനോടൊപ്പം അവരും പോയി. ഇത് അമ്മയാണ്, താഴത്ത് കുഞ്ഞിക്കുട്ടിയമ്മ. അങ്ങനെ പറഞ്ഞാലേ ഈ നാട്ടുകാരറിയോ മിസ്സിസ് തലത്ത് മരിച്ചുപോയി തൻ്റെ ഭർത്താവിനോടൊപ്പം എന്ന് അവർ വിങ്ങിപ്പൊട്ടിക്കൊണ്ട് പറയുകയാണ്. ഇന്ന് താൻ താഴത്തെ കുഞ്ഞിക്കുട്ടിയമ്മയാണ്. അങ്ങനെ പറഞ്ഞാലാണ് ഈ നാട്ടുകാർ അറിയൂ എന്നുകൂടി അവർ സൂചിപ്പിക്കുന്നു. സുധീറിന്റെ കണ്ണു നിറഞ്ഞു. അയാൾ അവരുടെ പാദത്തിൽ നമസ്കരിച്ചു. അതെ അമ്മേ, അവിടത്തെ കണ്ടില്ലെങ്കിൽ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യം നഷ്ടപ്പെടുമായിരുന്നു. ഇനിയും വരാം. ഇതെന്റെ വീടാണ്. അവിടുന്ന് അമ്മയാണ്. ഇപ്പോൾ വിട തരൂ. ഏറ്റവും ഹൃദയസ്പർശിയായിട്ടുള്ള വാക്കുകളാണ് സുധീർ പറയുന്നത്. ശരിക്കും നിങ്ങൾ എൻ്റെ അമ്മ തന്നെയാണ്. ഞാൻ ഇടയ്ക്ക് ഇങ്ങോട്ട് വരാം. ഇതെന്റെ വീട് തന്നെയാണ്. ഒരിക്കലും ഞാൻ മറക്കില്ല. അവിടുന്ന് എൻ്റെ അമ്മ തന്നെയാണ്. തൽക്കാലത്തേക്ക് എനിക്ക് വിട തരൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അയാൾ പയ്യെ ഇറങ്ങാൻ തുടങ്ങുന്നത്. മിസ്സിസ് തലത്ത് അയാളുടെ മൂർധാവിൽ കൈവച്ച് അനുഗ്രഹിച്ചു. നിനക്ക് നന്മ വരട്ടെ സുധീർ. മിസ്റ്റർ തലത്ത് പറയുമായിരുന്നു, തൻ്റെ പിൻഗാമിയായി വരുന്ന ആളാണ് ഈ പയ്യനെന്ന്. ഇത് സഫലമാകട്ടെ. തലത്ത് ആദ്യമേ തന്നെ ഈ കുട്ടിയെ കണ്ട സമയത്ത്, സുധീറിനെ കണ്ട സമയത്ത് തന്നെ പറയുമായിരുന്നു, ഇത് ഇവൻ ശരിക്കും എൻ്റെ ഒരു പിൻഗാമി തന്നെയാണ്. അതുപോലെ തന്നെ ആയിത്തീരട്ടെ, നിനക്ക് നല്ലത് വരട്ടെ, എല്ലാ ഭാവുകങ്ങളും ഞാൻ നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സുധീറിനെ മിസ്സിസ് തലത്ത്, അല്ല താഴത്ത് കുഞ്ഞുകുട്ടിയമ്മ യാത്രയാക്കുന്നത്. താൻ മകനെ പോലെ കരുതുന്ന സുധീറിന് യാത്രയയപ്പ് നൽകിക്കൊണ്ട് അവർ തുടർന്നു. പക്ഷേ ഒന്ന് ഓർക്കണം, നിങ്ങളുടെ വരാൻ പോകുന്ന ഭാര്യയോട് പറയൂ, കുട്ടികളെ ബോർഡിങ്ങുകളിൽ അയക്കരുതെന്ന്. അവർക്ക് ആയയെ വയ്ക്കരുത്. അമ്മ തന്നെ വളർത്തണം. ശാസിക്കുകയും ലാളിക്കുകയും കൂട്ടുകൂടുകയും വേണം. എങ്കിലേ അമ്മ എന്നത് കുട്ടികളുടെ ഒരു ഭാഗവും കുട്ടികൾ അമ്മയുടെ ഒരു ഭാഗമായി തീരുകയുമുള്ളൂ. പുതിയ ഭാര്യയെ ഇത് പഠിപ്പിക്കൂ, എന്നാൽ അവർ സുഖമായിരിക്കും. സുധീർ അപ്പോഴാണ് വാസ്തവത്തിൽ ഞെട്ടിയത്. അയാൾ തുറിച്ചു നോക്കി. പോകുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു ഉപദേശം കൂടി സുധീറിന് കൊടുക്കുന്നുണ്ടോ ഇവിടെ? അവർക്ക് പറ്റിയ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ കൊണ്ട് തൻ്റെ മക്കൾക്കുണ്ടായ ഒരവസ്ഥ, തനിക്കുണ്ടായ ഒരവസ്ഥ ഇനി ആർക്കും ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുകയാണ് ആ സ്ത്രീ. അതുകൊണ്ട് തന്നെയാണ് മിസ്സിസ് തലത്ത് സുധീറിനോട് ചില കാര്യങ്ങൾ പറയുന്നത്. താങ്കൾ കല്യാണം കഴിച്ച് കുട്ടികൾ ഉണ്ടാകുമ്പോൾ ഒരിക്കലും കുട്ടികളെ ബോർഡിങ്ങിൽ അയക്കരുത്, ഹോസ്റ്റലിൽ നിർത്തരുത്. നല്ല രീതിയിൽ സ്നേഹിച്ച് വളർത്തണം. അവരെ ശാസിക്കുകയും എന്ന് പറഞ്ഞാൽ അല്പം ചീത്തയൊക്കെ പറയും, വഴക്ക് പറയുകയും അതോടൊപ്പം തന്നെ സ്നേഹിക്കുകയും ലാളിക്കുകയും വേണം. എന്നാൽ മാത്രമാണ് അവർ നമ്മുടെ ഭാഗമായി തീരുകയുള്ളൂ, നമ്മൾ അവരുടെ ഭാഗവുമായി തീരുകയുള്ളൂ. എന്നാൽ മാത്രമാണ് അമ്മ എന്നുള്ള സങ്കല്പത്തിന് ഒരു വിലയുണ്ടാവുകയുള്ളൂ എന്നും അവർ തിരിച്ചറിയുന്നു. തൻ്റെ ജീവിതത്തിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഈ വാക്കുകളെല്ലാം തന്നെ മിസ്സിസ് തലത്ത് പറയുന്നത്. കാരണം ഇന്ന് അവർ ഒരുപാട് കുറ്റബോധത്തിന്റെ നടുക്കടലിൽ നീന്തുകയാണ്. ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞു. അവർ ഒരുപാട് നാളത്തെ സുഖകരമായിട്ടുള്ള ജീവിതത്തിൽ അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞ പല കാര്യങ്ങളുടെയും വെളിച്ചത്തിൽ നിന്നുകൊണ്ടാണ് ഇതെല്ലാം തന്നെ അവർ പറയുന്നത്. സുധീർ വാസ്തവത്തിൽ ഞെട്ടിപ്പോയി. അയാൾ തുറിച്ചു നോക്കി. അവർ തുടർന്നു, ഒന്നുമല്ലെങ്കിൽ എല്ലാറ്റിനുമുപരിയായി നല്ല കുറെ ഓർമ്മകളെങ്കിലും നമ്മോടുകൂടി ഉണ്ടാവുമല്ലോ. ഓർമ്മകൾ അതുമാത്രമേ വാർദ്ധക്യത്തിന് അവകാശപ്പെട്ടതായുള്ളൂ സുധീർ. മടങ്ങി വരുമ്പോൾ ഞാൻ ഉണ്ടായി എന്ന് വരില്ല, പക്ഷേ എനിക്ക് നിന്റെ മനസ്സിലെങ്കിലും ജീവിക്കണം. വാർദ്ധക്യ കാലഘട്ടത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാലും എല്ലാവരും തന്നെ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാലും പഴയ ഓർമ്മകളെങ്കിലും ബാക്കി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇന്ന് നല്ല രീതിയിലുള്ള ഓർമ്മകൾ പോലും ആ സ്ത്രീക്കില്ല. കാരണം മക്കളും അതുപോലെ തന്നെ ഭർത്താവും എല്ലാം തന്നെ അവരിൽ നിന്ന് അകന്നു കഴിഞ്ഞിരിക്കുന്നു. ഭർത്താവ് അങ്ങേ ലോകത്തിലേക്കും അതുപോലെ തന്നെ മക്കൾ മറ്റു പല വഴിയിലേക്കും പറന്നു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ചെറുപ്പത്തില് യൗവന കാലഘട്ടത്തില് കുട്ടികളുമായിട്ട് കുടുംബജീവിതം നയിച്ചിരുന്ന സന്തോഷകരമായ കാലഘട്ടത്തിന്റെ ഒരു ഓർമ്മയും തന്നെ ഇന്ന് അവർക്കില്ല. ആർക്കും ഇങ്ങനെ ഒരവസ്ഥ വരരുതെന്ന് അവർ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ വാർദ്ധക്യത്തിന്റെ ദൂഷ്യവശങ്ങളെ പറ്റിയിട്ട് ഇവിടെ പറയുന്നു. വാർദ്ധക്യം പലപ്പോഴും എല്ലാവർക്കും ഒരു ഭാരമായി തീരുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. വാർദ്ധക്യം എന്ന് പറഞ്ഞാൽ മോശപ്പെട്ടതാണ്, ഇനി ഒരിക്കലും അവരെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നുള്ള ചിന്തയാണ് യുവതലമുറ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് മക്കൾക്കിപ്പോൾ അമ്മയെ വേണ്ടാത്തത്. തൻ്റെ തെറ്റാണെങ്കിലും വാർദ്ധക്യം ബാധിക്കുന്ന എല്ലാവർക്കും ഇതേ അവസ്ഥ തന്നെയായിരിക്കും വരിക എന്നുള്ളതും അവർ ചിന്തിച്ചു പോവുകയാണ്. എനിക്ക് നിന്റെ മനസ്സിലെങ്കിലും ജീവിക്കണം. ഇനി നീ തിരിച്ചു വരുന്ന സമയത്ത് ഒരുപക്ഷെ ഞാൻ ജീവിച്ചിരിക്കണമെന്നുണ്ടാവില്ല, പക്ഷേ നിന്റെ ഓർമ്മകളിൽ എനിക്ക് ജീവിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഇത്രത്തോളം സ്നേഹം ഞാൻ കാണിക്കുന്നത്. എന്നും എൻ്റെ മനസ്സിൽ നീ ഉണ്ടായിരിക്കുമെന്നുകൂടി സുധീറിനോട് അവർ പറയുകയാണ്. സുധീർ പടിയിറങ്ങിയിട്ടും തിരിഞ്ഞു നോക്കി. വാതിൽക്കൽ നിൽക്കുന്ന ആ വൃദ്ധ, അവരെ താൻ ഇന്ന് യഥാർത്ഥമായി കണ്ടിരിക്കുന്നു.
മാഡം തലത്തല്ല, ലേഡിയല്ല, സാമൂഹ്യ പ്രവർത്തകയല്ല, അമ്മ, വെറും അമ്മ. പടി ഇറങ്ങുന്ന സമയത്ത് ഇടയ്ക്ക് ഒന്നുകൂടി സുധീർ തിരിഞ്ഞു നോക്കിയാണ്. അയാൾ തിരിച്ചറിയുന്നു, ഇന്നത് ഡോക്ടർ തലത്തല്ല, മറിച്ച് അമ്മയാണ്. എല്ലാ രീതിയിലും അമ്മ എന്ന് ഇപ്പോൾ അവരെ അക്ഷരം തെറ്റാതെ വിളിക്കാൻ കഴിയുന്നു. ഒരു സാമൂഹ്യ പ്രവർത്തകയോ ഒരു ശക്തിയായിട്ടുള്ള അയൺ ലേഡി ഒന്നുമല്ലാതെ നിഷ്കളങ്കയായിട്ടുള്ള ഒരു പാവം അമ്മയെ സുധീർ കാണുകയാണ്. എന്തൊരു ഉയർച്ചയായിരുന്നു അത്, എന്തൊരു അഭിമാനമായിരുന്നു. അമ്മേ, ഭവതി ഭാഗ്യവതിയാണ്, അവസാനമായെങ്കിലും സ്ത്രീയുടെ ഈ വിശ്വരൂപം ദർശിച്ചുവല്ലോ. എന്തൊരു ഉയർച്ചയായിരുന്നു അത്, എന്തൊരു അഭിമാനമായിരുന്നു. ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു അഭിമാനവും ഒരു ഉയർച്ചയായിട്ടും സുധീർ ആ സ്ത്രീയെ കാണുന്നത്. ഇതുവരെ ഉള്ളതൊന്നുമല്ലായിരുന്നു. ഇന്നവർ അമ്മയായി കഴിഞ്ഞിരിക്കുന്നു. യഥാർത്ഥത്തിൽ ആ വിശ്വരൂപം ഇന്നാണ് സുധീർ ആദ്യമായിട്ട് കണ്ടത്. അവസാനമായെങ്കിലും ആ സ്ത്രീയുടെ വിശ്വരൂപം തനിക്ക് കാണാനായിട്ട് കഴിഞ്ഞല്ലോ. സ്ത്രീയുടെ ഒരു ശക്തി കാണാൻ കഴിഞ്ഞല്ലോ. അമ്മയുടെ ആ തേജസ് തനിക്ക് കാണാൻ കഴിഞ്ഞല്ലോ എന്ന് സുധീർ വിചാരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരു സ്ത്രീ നല്ല രീതിയിൽ ഒരു സ്ത്രീ ആകുന്നെങ്കിൽ അവൾ ഒരു അമ്മയായിരിക്കണം എന്നുള്ള ഒരു സത്യം കൂടി, അതിൻ്റെ ഒരു നേർചിത്രം കൂടി ഇവിടെ ലളിതാംബികാന്തർജനം വരച്ചു കാട്ടുന്നുണ്ട്. വാർദ്ധക്യം ഇന്ന് ഒരു ശാപമായി തീർന്നിരിക്കുന്നു. എല്ലാ രീതിയിലും വൃദ്ധരെ പടിയടച്ച് പിണ്ടം വെക്കുന്ന രീതിയിലേക്ക് പുതുതലമുറ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ജീവിതത്തിന്റെ മുക്കാൽ പങ്കും കുട്ടികൾക്ക് വേണ്ടി ജീവിച്ചു തീർത്തിട്ട് അവസാനം തെരുവുകളിലും കടത്തിണ്ണകളിലും ജീവിക്കാനാണ് ഇന്ന് വൃദ്ധരുടെ വിധി. പഴുത്തില വീഴുമ്പോൾ പച്ചില ചിരിക്കും, എന്നാൽ പച്ചിലയ്ക്ക് അറിയില്ല ഒരു നാൾ അതും പഴുക്കുമെന്ന്. അത്തരത്തിലാണ് യുവതലമുറയുടെ ജീവിത രീതിയും. വാർദ്ധക്യം എന്നുള്ളത് ഒരു രോഗമായി കണ്ടുകൊണ്ടാണ് ഇന്ന് ആളുകൾ പെരുമാറുന്നത്. അതുകൊണ്ട് തന്നെ നമ്മെ സ്നേഹിച്ച ജീവിതത്തിന്റെ പവിത്രത അനുഭവത്തിന്റെ വെളിച്ചത്തിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പകർന്നു തന്ന വൃദ്ധർ പലരും ഇന്ന് തെരുവില് ഒറ്റപ്പെട്ട് ജീവിക്കുകയാണ്. എല്ലാ രീതിയിലും തകർന്ന മനസ്സോടുകൂടി ഒരുപാട് പേർ അവരുടെ സ്വപ്നങ്ങളെല്ലാം തന്നെ അടക്കി വെച്ചുകൊണ്ട് തൻ്റെ മക്കളെ ഓർത്ത് വേദനിച്ച് ജീവിക്കുന്നു. അത്തരത്തിലുള്ള ഒരു കഥാപാത്രം തന്നെയാണിത്. കഥാപാത്രത്തിന്റെ സ്വഭാവ രീതികൾ, ചെറുപ്പത്തില് അവർ ചെയ്തിട്ടുള്ള ചെറിയ തെറ്റുകളുടെ ഒരു ശിക്ഷയായിരിക്കാം ഒരു പക്ഷെ അവർക്കുള്ളത്. പക്ഷേ തലത്തിനെ പോലെ ഒരുപാട് പേർ, അല്ലെങ്കിൽ ഈ കുഞ്ഞിക്കുട്ടിയമ്മയെ പോലെ ഒരുപാട് പേർ ഇന്ന് ജീവിതത്തിന്റെ ഇരുണ്ട വഴിയിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്നുണ്ട്. വാർദ്ധക്യത്തെ രോഗമായിട്ടും ശാപമായിട്ടും കാണാതെ അത് ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. എല്ലാവർക്കും അത് സംഭവിക്കുമെന്നുള്ള ഒരു തിരിച്ചറിവാണ് നമുക്ക് ഓരോരുത്തർക്ക് വേണ്ടത്. ഈ പാഠഭാഗത്തിലെ പ്രധാനമായിട്ടുള്ള ചോദ്യങ്ങളിലേക്ക് നമുക്ക് ഒന്ന് കടക്കാം. ഡോളി ഇല്ലെങ്കിൽ ഞാൻ വെറും നിഴലായേനെ. നോക്കൂ, നമുക്ക് അഞ്ചാമതൊരു കുട്ടിയായിരിക്കുന്നു, ഒരു മകൻ. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. ഇവൻ കുറച്ചുനാൾ നമ്മോടുകൂടി താമസിക്കും. വീടിനെ പറ്റി ഓർക്കുന്നത് ഡോക്ടർ തലത്തിന് ഒരു ലഹരിയായിരുന്നു. തൻ്റെ അമ്മ, തൻ്റെ അമ്മൂമ്മ എന്നൊക്കെ വച്ചാൽ തന്നിരിക്കുന്ന സൂചനകൾ വിശ്വരൂപം എന്ന കഥയിലുള്ളതാണ്. ഈ സൂചനകളെ വിശകലനം ചെയ്ത് മിസ്റ്റർ തലത്ത് എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക. നമ്മൾ മിസ്സിസ് തലത്തിനെ പറ്റി, അല്ലെങ്കിൽ താഴത്ത് കുഞ്ഞുകുട്ടിയമ്മയെ പറ്റിയും അതുപോലെ തന്നെ സുധീറിനെ പറ്റിയും എല്ലാം സംസാരിച്ചു. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് മിസ്റ്റർ തലത്ത്. അദ്ദേഹം ഒരു നയതന്ത്ര ഉദ്യോഗസ്ഥനായിരുന്നു. വിദേശത്തായിരുന്നു അയാൾ കൂടുതൽ ജീവിതം ജീവിച്ചു തീർത്തത്. പക്ഷേ എന്നാൽ തന്നെയും അയാൾ പലപ്പോഴും തൻ്റെ അമ്മയെ പറ്റിയും അമ്മൂമ്മയെ പറ്റിയും എല്ലാം തന്നെ സംസാരിക്കാറുണ്ട്. ഗ്രാമീണമായിട്ടുള്ള ചിന്തകൾ പലപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിനെ ഉലച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഡോളി എന്നായിരുന്നു തൻ്റെ ഭാര്യയെ അയാൾ വിളിച്ചിരുന്നത്. ഭാര്യ വന്നതിന് ശേഷമാണ് തനിക്കൊരു വളർച്ച ഉണ്ടായത് എന്നുള്ളതും അദ്ദേഹം സമ്മതിക്കുമായിരുന്നു. വല്ലാത്ത രീതിയിൽ ഭാര്യ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് തന്നെ നല്ലൊരു മനസ്സിനുടമയായി, നല്ലൊരു ഉദ്യോഗസ്ഥനായി അയാൾ ജീവിച്ചിരുന്നു. പക്ഷേ അയാൾ തോറ്റുപോയ ഒരു സംഭവം എന്ന് പറയുന്നത് തൻ്റെ മക്കളുടെ കാര്യത്തിലാണ്. സുധീർ പുതിയ സെക്രട്ടറിയായി ജോയിൻ ചെയ്ത സമയത്ത് ഭാര്യയോട് പറയുന്നുണ്ട്, നമുക്ക് അഞ്ചാമതൊരു മകൻ കൂടി ആയിരിക്കുന്നു. പക്ഷേ അവരിൽ നിന്ന്, ആ 4 പേരിൽ നിന്ന് വ്യത്യസ്തനാണ് സുധീർ. കാരണം കുറച്ചു നാളിനി അവൻ നമ്മോടൊപ്പം ഉണ്ടാകുമെന്നാണ് അയാൾ പറയുന്നത്. 4 മക്കളുണ്ടായിട്ട് പോലും വാർദ്ധക്യകാലത്ത് അവരെ സംരക്ഷിക്കാൻ ആ മക്കളുണ്ടായിരുന്നില്ല. കാരണം ആ മക്കളെ ചെറിയ കാലഘട്ടത്തിൽ തിരിഞ്ഞു നോക്കാനായിട്ട് ഭാര്യയും ഭർത്താവും ശ്രമിച്ചിരുന്നില്ല. ആഡംബര ജീവിതം നയിക്കുന്ന സമയത്ത് സ്വീകരണ മുറികളിലും അതുപോലെ നാടകശാലകളിലും ക്ലബ്ബുകളിലും എല്ലാം തന്നെ ജോലിയുടെയും അതുപോലെ തന്നെ മറ്റുള്ള കൂട്ടിൻ്റെയും പേരും പറഞ്ഞ് അവർ സഞ്ചരിക്കുമ്പോൾ കുട്ടികളുടെ ജീവിതം ഹോസ്റ്റൽ മുറിയിലും അതുപോലെ തന്നെ മറ്റു പലയിടങ്ങളിലുമായിരുന്നു.
വളർന്നപ്പോഴും അവർ അവരുടെ ജീവിതം തേടി പോവുകയായിരുന്നു. നല്ല പ്രാപ്തിക്കുള്ള, അതുപോലെ തന്നെ ഉദ്യോഗത്തിൽ നല്ല മിടുക്കുള്ള ഒരു വ്യക്തിയായിരുന്നെങ്കിലും വ്യക്തി ജീവിതത്തിൽ നല്ല മനസ്സിന് ഉടമയായിരുന്നെങ്കിലും കുട്ടികളെ സംരക്ഷിക്കുന്നതിൽ അയാൾ ശരിക്കും പിന്നോക്കം പോയിരുന്നു. വീട്ടിലുള്ള എല്ലാവരോടും നല്ല രീതിയിലുള്ള സ്നേഹവും ആദരവുമുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു അദ്ദേഹം. എന്നാൽ നല്ല സ്നേഹവാത്സ്യങ്ങൾ ഉണ്ടായാലും ഒരു മികച്ച കുടുംബനാഥൻ എന്ന് അദ്ദേഹത്തെ വിളിക്കാനായിട്ട് കഴിയില്ല. ഒരച്ഛൻ്റെ യഥാർത്ഥ പദവിയിലേക്ക് അയാൾക്ക് എത്തിച്ചേരാനും കഴിഞ്ഞിട്ടില്ല. ലളിതാംബിക അന്തർജനത്തിന്റെ സമ്പൂർണ്ണ കഥകൾ എന്ന പുസ്തകത്തിലെ ഒരു കഥയാണ് വിശ്വരൂപം. മിസ്സിസ് തലത്ത് എന്ന കഥാപാത്രത്തിന്റെ ജീവിതത്തിലൂടെ ഒരുപാട് നമ്മെ ചിന്തിപ്പിക്കുന്നു എഴുത്തുകാരി. പാഠഭാഗം ഭംഗിയായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ചോദ്യം ഡിസ്കസ് ചെയ്തിരുന്നു. കൂടുതൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സാറിനൊന്ന് കമന്റ് ചെയ്യാവുന്നതാണ്. പിന്നെ കൂടുതൽ വിശദാംശങ്ങൾ എക്സാം പോയിന്റിന്റെ ഗൈഡിൽ വളരെ ഭംഗിയായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ആശയം, കഥാപാത്ര നിരൂപണം, പഴയ ചോദ്യങ്ങളെല്ലാം തന്നെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി അതെല്ലാം ശ്രദ്ധിച്ച് നല്ല രീതിയിൽ പഠിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. ഇനിയും നല്ലൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു. ഗുഡ് ബൈ.